തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ചേർന്നിരിപ്പാൻ ദൈവം തന്ന വലിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വചനത്താലാണ്, അല്ലേ? ഉണ്ടാകട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. വചനം വഴിയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലും വചനത്താലാണ് സർവ പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നത് എന്നുകൂടിയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വരുന്നിടത്തെല്ലാം ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ചതെല്ലാം എങ്ങനെയാണ്? വചനം വഴി. എങ്ങനെയാണ്? വചനം വഴി. ദൈവത്തിന്റെ വചനം വരുന്നിടത്തെല്ലാം എന്തുണ്ടാവും? ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ദൈവ പ്രവൃത്തിയെല്ലാം വചനത്തിലൂടെയാണ്. അതുകൊണ്ട് നാം ഈ കാണുന്ന ലോകം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്. നാം ഈ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൃശ്യമായതല്ല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊന്നുമല്ല. കാരണം പൗലോസ് ശ്ലീഹ പറയുകയാണ്, ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ലോകം എങ്ങനെയാണ് നിർമ്മിച്ചത്? വചനത്താൽ. എന്ന് പറഞ്ഞാൽ ഈ വചനം വരുന്നിടത്തെല്ലാം ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൊണ്ട് ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് ദൈവം അയക്കട്ടെ. ഓരോ വചനവും ദൈവം തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന വചനം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം ആര് തന്നെയായിരുന്നു? ദൈവം തന്നെയാണ്. ഓരോ വചനത്തിലും ദൈവത്തിന്റെ ശ്വാസമുണ്ടെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീമോത്തിയോസേ, നിനക്ക് ജീവിതം നന്നാക്കണോ? എല്ലാം അനുഗ്രഹമാക്കണോ? ഒരു വഴിയുണ്ട്. എന്താണെന്നറിയാമോ? 2 തീമോത്തിയോസിന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രെത്ത്. എല്ലാ വചനത്തിലും എന്തുണ്ട്? ശ്വാസമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ശബ്ദം വരണമെങ്കിൽ എന്ത് വരണം? ശ്വാസം വേണം. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം വന്നത് ശ്വാസത്തിലൂടെയാണ്. ശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി. അവന്റെ മൂക്കിൽ എന്ത് ചെയ്തു? ജീവശ്വാസം. അപ്പോൾ ഈ ശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്വാസം എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ശ്വാസം എന്ത് ചെയ്യും? അതുകൊണ്ട് യേശുമ്പുരാൻ പറഞ്ഞു, ജീവിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ജീവിപ്പിക്കുന്നത് ശബ്ദമല്ല, പിന്നെ എന്താണ്? ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യം. അപ്പൊ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. എന്നിട്ട് കർത്താവ് തന്നെ പറയുകയാണ്, മക്കളെ, ജീവിപ്പിച്ചത് എന്താണ്? ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനോട് പറയുക, എല്ലാ വചനത്തിലും ശ്വാസമുണ്ടെങ്കിൽ എല്ലാ വചനത്തിലും എന്നാ ഉണ്ട്? ആത്മാവുണ്ട്. ആത്മാവ് നമ്മളെ ജീവിപ്പിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവാണ് ജീവൻ നൽകുന്നത്. എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. എങ്ങനെ ഈ ജീവൻ വന്നത്? ആത്മാവുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന ആഗ്രഹമുണ്ടോ? നന്നായിട്ട് ആഗ്രഹിച്ച് എന്ത് ചെയ്താൽ മതി?
വചനം വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവത്തിന്റെ വചനം ഉള്ളിടത്തെല്ലാം എന്തുണ്ട്? ആത്മാവ് വരും. ഒരു വീട്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ വേദപുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്യണം? നന്ന ഒച്ചത്തിൽ വായിക്കണം. അപ്പൊ അങ്ങനെ വായിച്ചാൽ ആത്മാവ് വരും, റൂഹ വരും. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്തെല്ലാം ആത്മാവ് എന്തായി തീരുമെന്നറിയാമോ? കാര്യസ്ഥനാകും. എന്താകും? കാര്യസ്ഥ എന്ന് പറഞ്ഞാൽ മാനേജർ. യേശുവമ്പുരാൻ പറഞ്ഞു, ഞാൻ പോയാ കാര്യസ്ഥൻ, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ വരത്തില്ല. ഞാൻ പോയാലോ ആര് വരും? മാനേജർ വരും. സോ ഓരോ വീട്ടിലും ദൈവം ഒരു മാനേജറെ ആക്കിയിട്ടുണ്ട്. എന്താ ഈ മാനേജർ? നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആരെ ഏൽപ്പിക്കുന്നത്? മാനേജർ. നമ്മൾ ഇല്ലാത്തപ്പോഴും ആരെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ കാര്യം ആര് നടത്തും? പരിശുദ്ധാത്മാവ്. ആരാണ് നടത്തുന്നത്? ഉണ്ടാകാനുള്ളതും ഉണ്ടായിട്ടുള്ളതും ഇനിയും ഉണ്ടാകാൻ പോകുന്നതിനെയും പരിപൂർണമാക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. സകല പ്രവർത്തികളെയും പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി വചനം വേണം. എന്ത് വേണം? വചനം. ദൈവത്തിന്റെ വചനം ഈ പകൽക്കാലം എന്നിലും നിങ്ങളിലും വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ ചില സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 10 കൽപ്പന കൊടുത്തതിന് ശേഷം ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വചനമുണ്ട്. ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ എന്താണ് ചെയ്തതെന്ന് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ദൈവം 10 കൽപ്പന കൊടുത്ത ഉടനെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിന്റെ കൂടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും ഓർമ്മ വരുമോ? മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ അനുഗ്രഹിക്കും. എന്നെ അല്ലാതെ വേറെ ദൈവത്തെ നോക്കരുത്, അപ്പൊ അനുഗ്രഹിക്കും. എന്നാ പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുക്കാവുന്ന ഞാൻ മാത്രം എന്നോട് പറയുക. വേദപുസ്തകം പലരുടെയും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയാം. എന്ത് ചെയ്യാം? പുറപ്പാട് പുസ്തകം എത്ര അധ്യായം എടുക്കാം? 20-ാം അധ്യായം. 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഇച്ചിരി വലിയ വാക്യമാണ്. അതിന്റെ ഒരു പകുതി തൊട്ട് ഞാൻ വായിക്കാം. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും, ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. 10 കൽപ്പന കൊടുത്ത ഉടനെ ദൈവം പറയുകയാണ്, മക്കളെ, എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കണം. അതിന് ദൈവം ഒരു വഴി തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്ത വഴി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന സ്ഥലത്തെ തെരഞ്ഞെടുത്തു. ദൈവം ഒരു ജനതയെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ചെയ്ത വഴി എന്താണ്? ഒരു സ്ഥലത്തെയാണ് എടുത്തത്. ശ്രദ്ധിക്കുക. ദൈവം ഒരു ജനതയെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം എന്താണ് ചെയ്തത്? ഒരു സ്ഥലത്തെ എടുത്തു. ഒരു സ്ഥലത്തെ എടുത്തിട്ട് ദൈവം അതിനെ വേർതിരിച്ച് വിശുദ്ധീകരിച്ചു. ജനത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം സ്ഥലത്തെയാണ് വിശുദ്ധീകരിച്ചത്. എന്തായിരിക്കും അതിന്റെ കാരണം? കർത്താവിൽ സ്നേഹമുള്ളവരെ, പാപം വന്നാൽ അവിടെയല്ല ആര് വരും? സാത്താൻ വരും. ആര് വരും? അപ്പൊ നമ്മുടെ വീട്ടിൽ പാപം ഇരുന്നാൽ നമ്മുടെ വീട്ടിൽ ആരുണ്ട്? നമ്മുടെ സ്ഥലത്തിന്മേൽ ആർക്ക് അധികാരമുണ്ട്? അനുഗ്രഹം പിന്നെ വരത്തില്ല. നമ്മുടെ സ്ഥലത്തിന്മേൽ സാത്താൻ അധികാരമുണ്ട്. സർവ പ്രപഞ്ചവും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നറിയാം, ഭൂമി മുഴുവൻ പാപത്താ നിറഞ്ഞ പ്രശ്നമാണ്. കർത്താവിന്റെ ഇളയ ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ
സർവപ്രപഞ്ചത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഓ, അദ്ദേഹം എന്നാ എഴുതി വെച്ചെന്നറിയാമോ? 1 യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായം എന്നൊക്കെ പറയുമ്പോ വെളിപാടിന്റെ അങ്ങോട്ട് പോണം കേട്ടോ. വെളിപാടിന്റെ ആ ഭാഗത്ത് 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. യോഹന്നാൻ ഇങ്ങനെ സർവ്വലോകത്തെ നോക്കി. ആ വീട്ടിൽ എല്ലാ മുറികളിലും പാവമാണ്. ഇപ്പുറത്തെ വീട്ടിൽ ആരും കണ്ടില്ല, അറിയുന്നില്ല എന്ന് പറഞ്ഞ് പാവങ്ങൾ. എവിടെ നോക്കുമ്പോഴും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പലരും പാപത്തിലാണ്. ഉടനെ യോഹന്നാൻ പ്രപഞ്ചത്തെ നോക്കിയിട്ട് പറഞ്ഞു, സർവലോകവും ദുഷ്ടന്റെ അധീനതയെ കിടക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ സാത്താന്റെ കയ്യിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രന് തലചായിക്കാൻ ഈ മണ്ണിൽ ഇടമില്ല. നിന്റെ വീട്ടിൽ സ്ഥലമില്ല, നിന്റെ ഹൃദയത്തിൽ ഇടമില്ല. പാപത്തിൽ കിടക്കുന്ന ജനതയിൽ സാത്താൻ അധികാരമെടുത്തു. കർത്താവ് പറഞ്ഞു, പറവുകൾക്കെല്ലാം സ്ഥലമുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് ഇറങ്ങി വരാൻ എന്തില്ല? തലമുറകൾ സംവരണം ചെയ്തു. ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് കാലുകുത്താൻ ഒരു സ്ഥലമില്ല. വിശുദ്ധിയുള്ളിടത്തെ ദൈവം ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ഈ ഭൂമിയെ നോക്കിയിട്ട് ഒരു സ്ഥലമില്ല. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരു പെൺകുട്ടി വെള്ളിയാഴ്ച സന്ധിയിൽ, ഇന്നത്തെ സന്ധിയിൽ അല്ല, വെള്ളിയാഴ്ച സന്ധ്യ എന്ന് പറയുമ്പോൾ ഇന്നലെ സന്ധിയിലാണ് പ്രാർത്ഥിച്ചത്. അതിന്റെ സന്ധ്യാ നമസ്കാരത്തിന്റെ ആദ്യത്തെ സൗമങ്കാരസ് കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന പാട്ട് എന്നാന്നറിയാമോ? ദൈവം തലമുറകളിൽ നോക്കി ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടോ? ഒത്തിരി പേരെ നോക്കി. മത്തായി ചേട്ടനെ നോക്കി ചവിട്ടി ഇറങ്ങാൻ പറ്റുമോ? ഓ, മത്തായി ചേട്ടൻ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് പല പാപത്തിലും ഇറങ്ങാൻ മേല. ഏലിയാമ്മ കൊച്ചിനെ നോക്കി ദൈവത്തിന് ഇറങ്ങാൻ പറ്റുമോ? പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോ പ്രിയമുള്ളവരെ പറയുകയാണ്, തലമുറകൾ ആഗ്രഹിച്ച് നോക്കിയപ്പോൾ ഒരാളെ കണ്ടു. ആരാണെന്നറിയാമോ? ആരായിരുന്നു? പരിശുദ്ധി അമ്മ. ദൈവം ചവിട്ടിയിറങ്ങാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ് പരിശുദ്ധി അമ്മ. കാരണം എന്താണ്? സർവ്വലോകവും ആരുടെ കീഴിൽ കിടക്കുക? സാത്താൻ. അതുകൊണ്ട് ദൈവം പരിശുദ്ധി അമ്മയിൽ ഇറങ്ങി. അതുകൊണ്ട് 10 കൽപ്പന കൊടുത്തപ്പോ ദൈവം പറഞ്ഞു, മക്കളെ, നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യും. ഈ ഭൂമിയിൽ എന്റെ നാമത്തിന്റെ സ്മരണ, എന്റെ നാമത്തിന്റെ വിശുദ്ധി നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെ ഞാൻ തിരഞ്ഞെടുക്കും. എന്നിട്ട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ വന്നാൽ അവിടെ ഞാൻ വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അപ്പൊ നിങ്ങൾ ഇനി ആവർത്തന പുസ്തകം 12-ാം അധ്യായം തൊട്ട് വായിച്ചാൽ കേട്ടോ, വായിച്ചാൽ ഒരു കാര്യം കാണും. ഒരു വാക്ക് റിപ്പീറ്റഡ് ആണ്. ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം, ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം റിപ്പീറ്റഡ്. ഓരോ അധ്യായത്തിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്നറിയാമോ? ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എന്താണ് 5-ാം വാക്യം? നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുത്ത സ്ഥലം. അടുത്തത് വീണ്ടും കണ്ടോ, അവിടെ പറയാണ് 12-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ സന്നിധി നിങ്ങളുടെ പുത്രന്മാരും എന്ത് ചെയ്യണം? തെരഞ്ഞെടുത്ത സ്ഥലം. 12 അല്ല, 11-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കുവാൻ തെരഞ്ഞെടുത്ത സ്ഥലം. വീണ്ടും അതേ അധ്യായത്തിൽ കണ്ടോ, 16-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. വായിച്ചു നോക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അവിടെ എന്ത് ചെയ്യും? ആവർത്തന പുസ്തകം 16-ാം അധ്യായം, 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീ യഹോവയ്ക്ക് എന്ത് ചെയ്യണം? പെരുന്നാൾ ആചരിക്കണം. നിന്റെ അനുഭവത്തിന്റെ ഒക്കെയും നിന്റെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും കൊണ്ടുവരണം.
നിന്റെ ദൈവമായ യഹോവ നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇഷ്ടംപോലെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. ദൈവം ഒരു ജനത്തെ അനുഗ്രഹിക്കാൻ ഈ ഭൂമിയിൽ സ്ഥലങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താ തെരഞ്ഞെടുത്തത്? സ്ഥലം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ആ സ്ഥലം ഏതാണ്? ചുമ്മാ ഈ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെ കേട്ടോ. വല്ല ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ പറയും അത് പുതുപ്പള്ളി പള്ളി. നമ്മൾ വേറെ ചോദ്യം വെച്ചേ, ചുണ്ട് ചുമ്മാ അനക്കത്തുള്ളൂ, ഒച്ചത്തിൽ ഉത്തരം പറയത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചോണോ അതായിരിക്കും ഉത്തരവെന്ന്, അല്ലേ? അങ്ങനെയല്ല, ഒച്ചത്തിൽ ഒന്ന് പറഞ്ഞേ, ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? ഏതാണ്? ദേവാലയം. ഏതായിരുന്നു? എന്താ ദേവാലയത്തിന്റെ പ്രത്യേകത? ദൈവം വസിക്കുന്ന സ്ഥലം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തിനുമില്ലാത്ത വാഗ്ദാനം, വാഗ്ദത്തം ഈ സ്ഥലത്തുണ്ട്. വേറൊരു സ്ഥലത്തിനും കൊടുക്കാത്ത വാഗ്ദാനം ഇവിടെയുണ്ട്. എന്താ ഈ സ്ഥലത്തിനുള്ള വാഗ്ദാനങ്ങൾ? ഈ സ്ഥലത്ത് ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും ഉണ്ട്. ആര് വന്നാലും ഒരു ക്യാമറ വെക്കേണ്ട ആവശ്യമില്ല. ആര് കാണും? ദൈവം കാണും. അതാ ഈ സ്ഥലത്തിന് കിട്ടിയ ഒരു വാഗ്ദാനമാണ്. എന്റെ കണ്ണിവിടെയുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവരെ എല്ലാം ആര് കാണുന്നുണ്ട്? രണ്ട്, എന്റെ ചെവി എപ്പോഴും ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ആരെങ്കിലും സംസാരിച്ചാണ്ടിരുന്നാലും ആര് കേട്ടുകൊണ്ടിരിക്കും? പ്രാർത്ഥിച്ചാലും ആര് കേൾക്കും? ചിലര് പള്ളി വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലര് പള്ളി വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇതാര് കേൾക്കുന്നുണ്ട്? ദൈവം. പ്രിയമുള്ളവരെ, ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു. ഇനി ഉണ്ടല്ലോ ചിലതുണ്ട്, എന്നാന്നറിയാമോ? പറയാൻ പറ്റാത്ത നൊമ്പരം. നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു നൊമ്പരം. ജീവിതത്തിന്റെ ചില കണ്ണുനീർ കയങ്ങളിൽ പ്രിയമുള്ളവരെ വല്ലാത്ത ഒറ്റപ്പെടൽ, വല്ലാത്ത തിരസ്കരണം, ആശ്രയിക്കാവുന്നവരില്ല, ആശ്വസിപ്പാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. അങ്ങനത്തെ വല്ലാത്തൊരു നൊമ്പരമാണ്. പള്ളി വന്ന് നിൽക്കുമ്പോ പ്രിയമുള്ളവരെ, ഈ വല്ലാത്ത നൊമ്പരമുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിലാണ് പ്രാർത്ഥന, അധരത്തിലല്ല. അവർക്ക് എവിടെയാ പ്രാർത്ഥന? ഹൃദയത്തിൽ. പണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഹന്ന എന്നാണ് പേര്. ഹന്ന ആരുടെ ഭാര്യയായിരുന്നു? എൽക്കാനയുടെ ഭാര്യ. 1 ശമൂവേൽ 1-ാം അധ്യായം. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. പെനിന്ന അല്ലേ? അവക്കൊരു ഗുണമുണ്ടായിരുന്നു, അവക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നയ്ക്ക് എന്തില്ല? മക്കളില്ല. ആ വീട്ടിൽ താമസിക്കുമ്പോ പ്രിയമുള്ളവര്, ഈ പെനിന്ന കൊച്ചിനെ ഉറക്കാൻ പോവുക. റൂമിൽ കയറി കൊച്ചിനെ ഉറക്കിയാൽ മതി ഇവരുടെ. പക്ഷേ ഹന്ന എവിടെ ഇരിക്കുന്നെന്ന് നോക്കും. എന്നിട്ട് അതിന് മുമ്പിൽ ചെന്നിട്ട്, ഹന്നയുടെ മുമ്പിൽ ചെന്നിട്ട് കൊച്ചിനെ പിടിച്ചിട്ട് എന്നാ പാടും? താരാട്ട്. എന്തിന്റെ അസുഖം അത്? മനസ്സിലായില്ലേ? ആ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ താരാട്ട് പാടുമ്പോൾ ആരുടെ അടുത്ത് പോയിട്ട് നിൽക്കും? അതാ എന്താ എന്റെ പരിപാടി? യോ, നമുക്കൊന്നും അറിയത്തില്ലേ, ഞങ്ങളാരും അങ്ങനെയല്ലേ. അതെന്തായിരുന്നു? ആർക്ക് വിഷമം ഉണ്ടാകണം? ഓ, നല്ല വിഷമം. ചങ്കുപൊട്ടിയവളാണ്. അവളും ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് വന്നപ്പോൾ പ്രിയമുള്ളവരെ, അതരം അനങ്ങിയതല്ലാതെ ശബ്ദമൊന്നും വന്നില്ല. ശബ്ദം മൊത്തം എവിടെയായിരുന്നെന്നറിയാമോ? എവിടെയായിരുന്നു?
ആ ഒരു നെരിപ്പോടിന്റെ ഉള്ളിൽ കനലുകൾ ഇങ്ങനെ എരിയുന്നത് പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുകൾ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ എന്തു നൊമ്പരം ഉണ്ടെങ്കിലും അതറിയാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് എന്റെ ഹൃദയം ഉണ്ടാവും. വേറൊരു സ്ഥലത്തും ഇതില്ലെന്ന്. എന്റെ ഹൃദയം ഈ സ്ഥലത്തുണ്ട്. എവിടെയാ ഇത് പറയുന്നത്? 2 ദിനവൃത്താന്തം 7-ാം അധ്യായം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം വായിക്കാം. അതിന്റെ 15-ാം വാക്യം. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് എന്നാ ഉണ്ട്? കണ്ണുണ്ട്. 2, എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. എന്റെ ചെവി എന്ത് ചെയ്യും? അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് എന്തുണ്ട്? ചെവിയുണ്ട്. വീണ്ടും ദൈവം പറയുകയാണ് 16-ാമത്തെ വാക്യം, എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ദൈവം ഹൃദയം തന്ന സ്ഥലമാണിത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥലമാണ് ആലയം. കേട്ടോ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥലം എന്താണ്? ആലയമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളിപ്പോ ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്തിരിക്കുന്നു. ഭാഗ്യമുണ്ടോ? എത്രയോ സ്ഥലത്തിരിക്കായിരുന്നല്ലേ? കവലെ പോയി നിൽക്കായിരുന്നു, ഏതെങ്കിലും കടയിൽ പോയി ഇരിക്കായിരുന്നു, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നു? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ അതെങ്കിലും ചുമ്മാ വാതുക്കലെങ്കിലും ഇരുന്നാ മതി. അതെങ്കിലും കിട്ടിയാൽ, ദൈവം എന്നെ അങ്ങനെ അനുവദിച്ചാൽ ഞാൻ ആരാണ്? ഐ ആം ബ്ലെസ്ഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞേ. എന്താ കാരണം? നമ്മളിപ്പോ എവിടെയുണ്ട്? ദേവാലയത്തിൽ. ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ചെവിയും ദൈവത്തിന്റെ ഹൃദയവും എവിടെയുണ്ട്? ഈ ആലയത്തിലുണ്ട്. കർത്താവേ, സ്നേഹമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? നാളുകൾ പള്ളി പോയിട്ടും ഒരനുഗ്രഹവും ഇല്ല. അവിടെ ചോദ്യം ഇതാണ്, നാളുകൾ പള്ളി പോയിട്ടും എന്തില്ല? ഒരപ്പൻ എന്നോട് പറഞ്ഞ, അച്ഛാ, എന്റെ മോൻ വല്ലാതെ മദ്യപിക്കും, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പള്ളി പോവും. എന്റെ അച്ഛാ, പള്ളിയിലെ എന്ത് ചെയ്യാറുള്ളൂ? പോകാറുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മദ്യപാനം നിൽക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു മടുത്ത ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? മടുത്തു. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ചോദ്യം ഇതാണ്, ഈ ഭൂമിയിൽ ദൈവം അനുഗ്രഹിക്കാൻ തിരഞ്ഞെടുത്ത ഒരേ ഒരു സ്ഥലമാണ് ദേവാലയം. ദൈവത്തിന്റെ കണ്ണും ചെവിയും ഹൃദയവും ഇവിടെ ഉണ്ട്. നമ്മൾ വചനം തെറ്റുകയല്ല, വചനം സത്യമാണ്. എന്നിട്ടും എന്ത്? എന്റെ വീട്ടിൽ ഒരു അനുഗ്രഹം വരുന്നില്ലല്ലോ, എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇത് നമ്മുടെ മുമ്പിലത്തെ ചോദ്യം, എന്ത് ചെയ്യണം? ഇതിന് ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ശലോമോൻ ദേവാലയം പണി കഴിപ്പിച്ചപ്പോ ദൈവം പറഞ്ഞു, രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി. ദൈവം പറഞ്ഞു, ശലോമോനെ, 2 ദിനവൃത്താന്തം 7 തന്നെയാണ്. 2 ദിനവൃത്താന്തം 7, അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകം 6 ഉണ്ട് കേട്ടോ. 2 ദിനവൃത്താന്തം 7 12-ാം വാക്യം,
രാത്രിയിൽ ശലോമോനെ യഹോവ പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി ദൈവം തെരഞ്ഞെടുത്തു. സ്ഥലം തെരഞ്ഞെടുത്തു. ഈ സ്ഥലം ഞാൻ തെരഞ്ഞെടുത്തു. ഈ സ്ഥലം ഞാൻ തെരഞ്ഞെടുത്തു. ദൈവം എന്നിട്ട് തൊട്ടു പുറകെ പറയുന്ന സെന്റൻസ് എന്നാന്നറിയാമോ? മഴ പെയ്യുന്നില്ലെങ്കിൽ. ശ്രദ്ധിച്ചേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഒരു വചനം പറയുന്നുണ്ട്. മഴയും വെയിലും ഒരു പ്രത്യേക ഗണത്തിൽപ്പെടുന്ന സാധനമാണ്. നമ്മളാണെങ്കിൽ എല്ലാ സാധനവും എല്ലാവർക്കും കൊടുക്കില്ല, ഇല്ലേ? ഇഷ്ടമുള്ളവർക്ക്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കുവോ? ഇല്ല. എന്നാൽ മഴയ്ക്കും വെയിലിനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് കർത്താവായ യേശു തമ്പുരാൻ തന്നെ തിരുവായി അരുളി ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും. അപ്പൊ മഴയെന്ന് പറയുന്നത്, നിങ്ങൾ പറ, മഴയെന്ന് പറയുന്നത് നീതിമാന്മാർക്ക് മാത്രം ഉള്ളതാണോ? ആണോ? അല്ല. അതാർക്കൊക്കെ ഉണ്ട്? എല്ലാവർക്കും, സർവ്വലോകത്തിനും. വെയിൽ എല്ലാവർക്കും. അല്ലാതെ നമ്മുടെ വീട്ടിൽ മാത്രം വെയിൽ, ബാക്കി എല്ലായിടത്തും ഇരുട്ട്. അങ്ങനെയില്ല. മഴയും വെയിലും എങ്ങനെയാണെന്ന് അറിയാമോ? ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ദൈവം ഒരുപോലെ തരുന്ന അനുഗ്രഹം. അപ്പൊ ദേവാലയത്തെ തെരഞ്ഞെടുത്തിട്ട് ദൈവം പറയുകയാണ്, മക്കളെ മഴ പെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നീ ദുഷ്ടനായാലും നീതിമാനായാലും നിന്റെ പേര് എന്നാ പെയ്യും. പക്ഷെ ഇവിടെ പ്രശ്നം എന്നാണെന്നറിയാമോ? മഴ പെയ്യുന്നുണ്ട്, പക്ഷേ നിന്റെ വീട്ടിൽ മാത്രം പെയ്യുന്നില്ല. എല്ലായിടത്തും മഴയുണ്ട്, നിന്റെ വീട്ടിൽ മാത്രം എന്തില്ല? മഴയില്ല. അതൊരു വല്ലാത്ത അവസ്ഥ, ഒരു വരണ്ട അവസ്ഥ. ചില വീട്ടിൽ ഇതാണ് ഒരു വരണ്ട അവസ്ഥയാണ്. എന്താണെന്നറിയാമോ? ഒന്നും നടക്കില്ല. മക്കള് പഠിച്ചവരാണ്, നല്ല മിടുക്കരാണ്, ഒരു ജോലിയും കിട്ടത്തില്ല, ഒരു വിവാഹവും നടക്കുന്നില്ല. ഒരു വീട് പണിയാൻ വേണ്ടി നാളുകളായിട്ട് എല്ലാം ഒരുക്കി വട്ടക്കൂട്ടി വെച്ചിരിക്കുകയാണ്, നടക്കുന്നില്ല. ഒരു വഴിക്ക് പോയാ പ്രശ്നം. നീ ഏത് വില്ലേജിൽ ചെന്നാലും അവിടെ തടസ്സം, ഏത് താലൂക്ക് ഓഫീസിൽ ചെന്നാലും അവിടെയും തടസ്സം. പോകുന്ന വഴിയിലെല്ലാം എന്താണ്? മഴ പെയ്യാത്ത അവസ്ഥ. പോകുന്ന വഴിയിലെല്ലാം എന്താണ്? മഴ പെയ്യുന്നില്ല. ദൈവം പറഞ്ഞ എന്നാന്നറിയോ? നിന്റെ വീട്ടിൽ മഴ പെയ്യുന്നില്ലെങ്കിൽ ഇവിടെ പാടാ, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വരണം. കണ്ടോ? അതുകൊണ്ട് മക്കളെ, അപ്പച്ച, അമ്മച്ചിമാരെ, ദേവാലയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പലരുടെ മനസ്സിൽ എന്താണെന്നറിയാമോ? പള്ളി പോയില്ലേലും കുഴപ്പമില്ലെന്നാ. എന്നാ ഒരു കാര്യം ഓർത്തു, ദേവാലയം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം പറയാണ്, മഴ പെയ്യുന്നില്ലെങ്കിൽ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് നീ വരണം. നീ വരണം. നിന്റെ കൃഷി സ്ഥലത്ത് കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഉപജീവന മാർഗം തകർന്നുകൊണ്ടിരിക്കുക. എന്നും കടമാണ്, ജോലി ശരിയല്ല, എല്ലാം പ്രശ്നം, എന്ത് ചെയ്താലും പ്രശ്നം. ദൈവം പറയാണ്, നീ ഈ സ്ഥലത്ത് വരണം. നിന്റെ വീട്ടിൽ നിന്ന് രോഗമൊഴിയുന്നില്ല. മഹാമാരി എന്നും ദുരിതം, എന്നും അപകടം, എന്നും രോഗം, എന്നും അസ്വസ്ഥത. കർത്താവ് സ്നേഹമുള്ളവരെ, ദൈവം പറഞ്ഞ 3 കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരണം. എവിടെ വരണം? ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരണം. വരുന്നവരാണ് ഇവിടെ ഉള്ളവരെല്ലാം. നമ്മുടെ ചോദ്യം ഇതാണ്, എന്റെ വീട്ടിൽ അനുഗ്രഹമില്ല, വരണ്ട അവസ്ഥയാണ്, എന്റെ മക്കളുടെ മദ്യപാനം നിൽക്കുന്നില്ല, എന്നും പ്രശ്നമാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ദൈവം പറഞ്ഞ പോലെ ഞാൻ ദേവാലയത്തിൽ വരുന്നയാളാണ്, ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്,
പക്ഷെ മാറുന്നില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. മാറുമെന്ന് തന്നെയാ ദൈവം പറഞ്ഞത്. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ, അതിന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മുമ്പിലുള്ള ഈ പ്രതിസന്ധി എന്താണെന്ന് കാണിച്ചു തരണമേ. കേട്ടോ, പ്രാർത്ഥിക്കണം. ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിൽ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത പ്രശ്നമുണ്ടായി. എന്താണെന്നറിയാം പ്രശ്നം? ഞാൻ പള്ളിയിൽ പോയി സൺഡേ സ്കൂൾ കഴിഞ്ഞ്, ഞാനും കോട്ടയം ഭദ്രാസന കേട്ടോ, സൺഡേ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പുതിയ വികാരിയച്ഛൻ വന്ന ദിവസമായിരുന്നത്. അപ്പൊ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിക്കാത്ത 2 സൺഡേ സ്കൂൾ ടീച്ചർമാർ മുന്നേ പോകുമ്പോൾ അവരുടെ പുറകിൽ ഞാനിങ്ങനെ നടന്നു പോവുകയും എനിക്ക് ശ്രദ്ധിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്റെ മുന്നേ പോയ സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു, നമ്മുടെ പുതിയ അച്ഛന് കൈക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ, ഇത് കേട്ടാ നമുക്കും ഇൻട്രസ്റ്റ് വരും. ഈ അച്ഛന്മാരുടെ വിഷയം നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. അന്ന് ചെറുപ്പത്തിൽ എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ്, ക്യൂരിയോസിറ്റി. അപ്പൊ ടീച്ചർ പറഞ്ഞു, നമ്മുടെ പുതിയ അച്ഛന്റെ കൈക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ ചേർന്ന് നടന്നു. അതെന്നായിരിക്കും? പക്ഷേ ഞാനിന്ന് പള്ളിയിൽ പോയിട്ട്, നമ്മൾ കൊച്ചാണ്, ഞങ്ങൾ കിടന്ന് വർത്താനം പറയുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, കുർബാന പോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നും വല്യമ്മയ്ക്ക് ചെവിയെ പിടിക്കാനേ നേരമുള്ളൂ. അപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് ചെവിയെ പിടിക്കും, കാരണം അവിടെ ഭയങ്കര സംസാരമാണ്. പ്രിയമുള്ളവരെ, എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചു. ഉടനെ മറ്റേ ടീച്ചർ ചോദിക്കാം, നീ എങ്ങനെയാടി അത് കണ്ടേ? ഉടനെ മറ്റേ ടീച്ചർ പറഞ്ഞു, അപ്പൊ നീ ശോശപ്പ ആഘോഷിച്ച കണ്ടില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചെറുത, എനിക്ക് ശോശപ്പായും അറിയത്തില്ല, ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തന്നെ തോന്നുന്നു. മറ്റേ ടീച്ചറിനോട് ചോദിച്ചു, നീ ശോശപ്പ ആഘോഷിച്ച കണ്ടില്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞ, കണ്ടായിരുന്നു. നീ ശ്രദ്ധിച്ചില്ല? നമ്മുടെ അച്ഛന്റെ കൈ വടി പോലെ പോകുന്നല്ലാതെ, ഇങ്ങനെ വെക്കുന്നതല്ലാതെ എന്തില്ല, ഇങ്ങനെ ഇല്ലേ, അങ്ങനെയില്ലേ അല്ലേ? ഓ, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇല്ലെന്ന്, വെറുതെ ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. ആഹാ, എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പത്തിൽ എനിക്ക് അങ്ങ് വീട്ടിൽ ചെന്നിട്ട് ഈ അച്ഛന്റെ കൈ വേണ്ട. നിങ്ങൾ പറ, അടുത്ത ഞായറാഴ്ച പള്ളി പോയി, ഇഷ്ടംപോലെ സംസാരിക്കുന്ന ഞാൻ അടുത്ത ഞായറാഴ്ച പള്ളി പോയി, നിങ്ങൾ പറ, എന്റെ നോട്ടം എവിടെയായിരിക്കും? സത്യമാണ്. എന്റെ കൂടെ നിൽക്കുന്നോ സംസാരിക്കാൻ വേണ്ടി ഞാൻ പറയും, പോടാ, വേറെ ഇഷ്ടം പോലെ പണി ഇവിടെ കിടക്ക്, മറിയിക്ക്. ഞാൻ എന്റെ പ്രിയമുള്ളവരെ, ഈ മറ വലിച്ചപ്പോ തൊട്ട് എനിക്ക് എന്നാ നോക്കണം? അച്ഛന്റെ കൈ നോക്കണം. അച്ഛൻ തൂക്കുറ്റിയായിട്ട് വരുന്നു, വീശിപ്പോയി, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഈ ശോശപ്പ എപ്പോഴാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നിന്ന് അവസാന പ്രിയമുള്ളവരെ ഞാനും കണ്ടു. എന്നാന്നറിയാമോ? ഈ ശോശപ്പ ഇങ്ങനെ ആഘോഷിച്ചപ്പോൾ അച്ഛനൊരു വികാരവും ഇല്ല. അച്ഛൻ അപ്പൊ ഞാനും കണ്ടു. എന്നാ, എല്ലാ അച്ഛന്മാരെയും പോലെ അല്ലല്ലോ ഇത്. ഇതെന്തോ ഒരു അന്ന് മാറിയതാ പ്രിയമുള്ളവരെ എന്റെ നോട്ടം. കേട്ടോ, അന്ന് മാറിയതാ എന്റെ നോട്ടം. അന്ന് തൊട്ട് ഞാൻ പള്ളിയിൽ ചെന്നാൽ ഞാൻ നോക്കുന്ന ആരെയാണ്? അച്ഛനെ നോക്കി, കപ്പ്യാരെ നോക്കി, ഭയങ്കര നോട്ടക്കാരനായി മാറി. മനസ്സിലായി? അവിടെ നിൽക്കുന്നവനെ ആഹാ ഇന്ന് മാറിക്കുമോ, ഇതെല്ലാം നമ്മൾ നോക്കാൻ തുടങ്ങി. നമ്മൾ എന്നിട്ട് വിധി എഴുതും, കൊള്ളത്തില്ല. എന്റെ പ്രിയമുള്ളവര്, നിന്റെ വീട്ടിൽ മഴ പെയ്യുന്നില്ല, നിന്റെ അധ്വാനത്തിൽ ഫലമില്ല, നിന്റെ വീട്ടിൽ എന്നും രോഗവും ദുരിതം. ദൈവം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് നീ വരണം. ഒന്നാമത്തെ കൽപ്പന എന്നാണെന്നറിയാമോ? നല്ല കണ്ണു പിടിച്ച് വായിക്കണം. സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ദൈവം എന്നാ പറഞ്ഞെന്നറിയാമോ? സ്ഥലത്ത് വന്നിട്ട് എന്റെ മുഖം അന്വേഷിക്കണം. അയ്യോ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, എന്റെ ജനം
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണമെന്നറിയാമോ? ആലയത്തിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ചു. ആദ്യം ചെയ്യേണ്ടത് എന്നാണ്? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ദൈവം തെരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് ആരെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? ദൈവത്തെ. ഇതാണ് സാത്താൻ നമുക്ക് ചെയ്ത പ്രശ്നം. ഈ പള്ളി വന്നാൽ എല്ലാം കാണും. നമ്മൾ എല്ലാം കണ്ടു. അച്ഛനെ കണ്ടു, അച്ഛനിട്ട കാപ്പിയും കണ്ടു, എടുത്ത ധൂക്കുറ്റിയുടെ കളർ വരെ അറിയാം, ശുശ്രൂഷരെയും കണ്ടു, എല്ലാം കണ്ടു. അതിന്റെ ഇടയ്ക്ക് കൂടെ നിന്ന നമ്മുടെ ആൾക്കാരെ നോക്കി, അല്ലേ? ഷർട്ട് എങ്ങനെയുണ്ട് ഒക്കെ നോക്കി. നമ്മള് സാരിയുടെ തൊങ്ങലും നോക്കി. കൊള്ളാമല്ലോ, ഇതാ നന്നായിട്ടുണ്ട് ഈ സാരി, എല്ലാം നോക്കി. സ്നേഹമുള്ളവരെ, കൈമുത്തി ഇറങ്ങുമ്പോൾ ചിലര് കൈയടിക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ദൈവം പിന്നെ 450 വർഷം മിണ്ടാതിരുന്നത്. മാലാഖയുടെ പുസ്തകത്തിൽ പറഞ്ഞു, നീ പള്ളി പോയിട്ട് എന്ത് കണ്ടു? നീ എല്ലാം കണ്ടു. പള്ളിയുടെ ഭിത്തിയും എല്ലാ ക്രമീകരണങ്ങളും എല്ലാം കണ്ടു. കൈമുത്തി ഇറങ്ങിയപ്പോ സാത്താൻ പറഞ്ഞു, ഇവൻ കാണേണ്ടവനെ മാത്രം കണ്ടിട്ടില്ല. ആരെയായിരുന്നു കാണേണ്ടത്? ആണോ? അവൻ കാണേണ്ടവനെ മാത്രം കണ്ടില്ല. സാത്താൻ എന്തോ സന്തോഷാണെന്നറിയാമോ? ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ കൂട്ടങ്ങൾ കൈയടിച്ചിട്ട് പറയും, മത്തായി ചേട്ടന്റെ കുടുംബം കണ്ടിട്ടില്ല. ആരെ കണ്ടിട്ടില്ല? യേശുവിനെ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഒന്നാമത്തെ കൽപ്പന ഇതാണ്, നീ ദേവാലയത്തിൽ വന്നാൽ ആഗ്രഹിക്കണം, എന്നെ കാണണം. ഞാനീ പറയുന്നത് എന്നെ അല്ല കേട്ടോ. ആരെ കാണണം? അതുകൊണ്ട് 27-ാം സങ്കീർത്തനം ദാവീദ് എഴുതി, വലിയ പ്രയാസത്തിലാണ് ദൈവമേ, ശൗൽ എന്നെ കൊല്ലാൻ നോക്കുന്നു, നീയല്ല എന്റെ ജീവന്റെ വില, ഞാൻ ആരെ പേടിക്കും എന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വെളിപ്പെടുത്തൽ ദാവീദിന്, ദാവീദേ നീ പ്രയാസപ്പെടേണ്ടടാ, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്നൊരു കൽപ്പന എന്റെ മേൽ വന്നു. ഒരു കൽപ്പന വരികയാണ്, എന്റെ മുഖം എന്ത് ചെയ്യണം? നീ ആളുകളായിട്ട് പള്ളി പോയതാ കേട്ടോ, ശരിയാ. പക്ഷേ നീ ഇന്ന് വരെ എന്തിൽ ശ്രദ്ധിച്ചില്ല? കർത്താവിന്റെ മുഖം എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ ഇല്ല. നിന്നെ കണ്ടപ്പോൾ കർത്താവിന് സന്തോഷമുണ്ടോ, സങ്കടമാണോ, അതോ വല്ലാത്ത അവസ്ഥയാണോ, ഇതൊന്നും നോക്കിയിട്ടില്ല. ദാവീദേ, നീ ദേവാലയത്തിൽ വന്ന് എന്റെ മുഖം അന്വേഷിക്കണം. 27-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഒരു കൽപ്പന എന്റെ മേൽ വന്നു വീണു. ദാവീദേ, നാളുകളായിട്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്റെ മുഖത്തെ നീ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. എന്റെ മുഖം നീ അന്വേഷിക്ക്, എന്റെ മുഖത്തെ നോക്ക്, എന്നെ ശ്രദ്ധിക്ക്. ആകയാ ദേവാലയത്തിൽ വന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നാമത്തെ ദൗത്യം എന്നാന്നറിയാമോ? പള്ളി വന്നാൽ കാണേണ്ടവനെ കാണാൻ പറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കിന്ന് പള്ളി പോയാൽ ആരെ കാണണം? എന്റെ ദൈവത്തെ കാണണം, അറിയണം. അതാണ് പ്രാർത്ഥന. നിങ്ങൾക്കറിയാമോ, ഞാനോ നിങ്ങളോ പ്രാർത്ഥന ഉണ്ടാക്കിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ 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 എന്ന് നമ്മൾ പിന്നെ ബാക്കി പറയത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥന ഉണ്ടാക്കി അങ്ങനെയാ. ദൈവമേ, എന്റെ വീട്, എന്റെ കാർ, എന്റെ മക്കൾ, മനസ്സിലായില്ലേ, എന്റെ IELTS, എന്റെ ദുബായ്, എന്റെ അമേരിക്ക എല്ലാം ശരിയായി കിട്ടണം എന്റെ. പക്ഷെ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥന തുടങ്ങിയത് എങ്ങനെയാണ്? ആദ്യം ഒരു ബന്ധമാണ്, പിതാവേ എന്ന് വിളിക്കുന്ന ബന്ധം. ഈ പള്ളി ഒരു ബന്ധം കേട്ടോ, ഈ ദേവാലയം ഒരു ബന്ധമാണ്. ഓരോ കുടുംബത്തിന്റെയും ബന്ധമാണ് ഈ ദേവാലയം. ഈ ദേവാലയത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കണം.
ഈ ബലിപീഠത്തോട് ഒരു ബന്ധം വേണം. അങ്ങനെ ബന്ധമുണ്ടായപ്പോൾ യേശു തമ്പുരാൻ ഉടനെ ഞങ്ങളുടെ എന്നൊക്കെയാണോ പറഞ്ഞത്? അല്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാം? നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. കണ്ടോ? ശ്രദ്ധിക്കണം. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. യേശുവിന്റെ നാമം നിന്റെ വീട്ടിൽ എങ്ങനെയാണ്, ഈ ദേവാലയത്തിൽ എങ്ങനെയാണ് യേശുവിന്റെ നാമം ആദരിക്കപ്പെടുന്നുണ്ടോ? ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 തോന്നുന്നു പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടാൻ വേറൊരു നാമവും നൽകിയിട്ടില്ല. ഏത് നാമം മാത്രം? യേശു എന്ന നാമം സർവനാമങ്ങൾക്കും മേലായ നാമം. അത് ഒന്നാമത്തെ പേരാണ്. യേശു ഒന്നാമത്തവനാണ്. ദൈവം ഒന്നാമത്തവനാണ്. ആ ഒന്നാമത്തെ ദൈവത്തെയാണ് നീ പള്ളി വന്ന് വർത്താനം പറഞ്ഞിരുന്നപ്പോൾ പുറകോട്ടെറിഞ്ഞത്. ഈ പള്ളി വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ എറിഞ്ഞത് ആ ഒന്നാമത്തെ ദൈവത്തെയാണ്. ഈ പള്ളി വന്നിട്ട് ഞാൻ ഒരു കാര്യം നന്നായിട്ട് പറയാം, അച്ഛനെ കാണാൻ ആരും പള്ളി വരില്ല. ഒരു പുരോഹിതനെ കാണാൻ ആരും പള്ളി വരില്ല. ദൈവത്തിന്റെ കൽപ്പന എന്നാന്നറിയാമോ? ദൈവം പറയുകയാണ്, ശലോമോനെ, ഈ പള്ളിയിൽ അനേക പ്രയാസമുള്ളവരുണ്ട്, വന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ പള്ളി പണിത് ശലോമോനല്ലേ, നല്ല സൂപ്പർ പള്ളി, ശലോമോനെ ഒന്ന് കണ്ടു പോയേക്കാം. ഒരു കാര്യമില്ല. ആരെ കാണണം? ദൈവത്തെ. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഈ അച്ഛൻ മാറിയിട്ട് ഇനി എവിടെ പോകത്തുള്ളൂ? അവർക്ക് എന്നാ പേര് കൊടുക്കാം? നമുക്ക് എന്നാ പേര് കൊടുക്കാം? സ്വർഗം പറയും മൂഢന്മാർ. സ്വർഗം എന്നാ? ഞാനിത് വചനായി പറഞ്ഞത്. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും ഒരുപോലെയാണ്. അവിടെ പറയുകയാണ്, എന്താണെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരാണ്? ബുദ്ധിമാന്മാർ. ഈ ദേവാലയം എന്തിനെ നിർമ്മിച്ചു? ആരുടെ മുഖം അന്വേഷിപ്പാൻ? ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരെ. 10 കന്യകമാരിൽ 5 പേർക്ക് എന്തുണ്ടായിരുന്നു? അവര് പള്ളി വന്നിട്ട് കുറ്റവും പറഞ്ഞു കുറവും പറഞ്ഞിട്ട് മാങ്ങാക്കറിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല. അവര് പള്ളി വന്ന എന്തിനായിരുന്നു? ആരുടെ മുഖം നോക്കാൻ? അത് ബുദ്ധിയുള്ളവർ. അപ്പോഴാണ് കുറെ ആൾക്കാര് പറയുന്ന, കുറെ ചേട്ടന്മാര് പറയും, ഈ അച്ഛൻ മാറാതെ ഇനിയില്ല, മൂഢൻ. ദൈവം പറയും മൂഢൻ, ഈ ട്രസ്റ്റി മാറാതെ ഞാൻ ഇനി അങ്ങോട്ടില്ല. മൂഢൻ. എടാ, പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആരെ കാണാൻ? അല്ല, ഇതൊന്നും കാണാനല്ലെന്ന്. നീ ഇത് കാണാൻ വേണ്ടി വരല്ലേ? ഒരനുഗ്രഹവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നാളുകളായിട്ട് അനുഗ്രഹം മുടങ്ങി ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ പറയുന്നു, ദേവാലയത്തിൽ വന്ന് കാണേണ്ടവനെ കണ്ടാൽ നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം നീ ശ്രദ്ധിച്ചാൽ ജീവിതം മാറും, കുടുംബം മാറും, അവസ്ഥകൾ മാറും. പ്രിയമുള്ളവരെ, ദൈവം ഒന്നാമത്തവനാണ്, ഒന്നാമത്തെ നാമമാണ്. അതിന് 1-ാം സ്ഥാനം അങ്ങോട്ട് കൊടുക്കണം. എത്ര സ്ഥാനം കൊടുക്കണം? 1-ാം സ്ഥാനം. നമ്മുടെ വീട്ടിൽ ദൈവത്തിന് എത്ര സ്ഥാനം? എത്ര സ്ഥാനം? പിന്നെ എല്ലാം പണിയും കഴിഞ്ഞിട്ട് എല്ലാം തീർന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം? അങ്ങനെയല്ലേ? ഇതോടെ കഴിഞ്ഞോട്ടെ, ഇതോടെ കഴിഞ്ഞോട്ടെ. എന്നിട്ട് ആർക്കും വേണ്ടാത്ത സമയം ആർക്ക്? അതാ നമ്മൾ ഈ ആർക്കും അതാ ഈ മാലാഖി ദൈവം പറഞ്ഞത്, ആർക്കും വേണ്ടാത്തതാണ് നീ എനിക്ക് തരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് 450 വർഷം മിണ്ടിയിട്ടില്ല. പിന്നെ മിണ്ടിയത് ആരാന്നറിയാവോ? സക്കറിയ പുരോഹിതന്റെ അടുക്കല. ഇത്രയും ഗ്യാപ്പ് ലോക ചരിത്രത്തിൽ 2 സമയത്ത് ദൈവം മിണ്ടിയിട്ടില്ല. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമത്തത്തിൽ കിടന്ന് 430 വർഷം ആരോടും മിണ്ടിയില്ല, ആരോടും മിണ്ടിയില്ല. മാലാഖിയുടെ പ്രവചനം കഴിഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, എടാ, എനിക്കുള്ള ബഹുമാനം ഇവിടെ, നീ പള്ളി പോയതൊക്കെ ശരിയാ, എന്നെ നീ കണ്ടോ? എനിക്ക് സ്ഥാനമുണ്ടോ? നിന്റെ വീട്ടിൽ നിന്റെ അപ്പന്റെ കസേരയിൽ നീ ഇരിക്കുവോ?
ഇരിക്കില്ലല്ലോ. നിന്റെ അപ്പം വരുമ്പോ എഴുന്നേക്കത്തില്ലേ? പള്ളി വന്നാലോ ഓ കിടപ്പോട് കിടപ്പോട്. കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്തോ വടക്കായിരുന്നത് അറിയാം. ഞാൻ എന്നും ഇരിക്കുന്ന കസേര മറിയമ്മ വന്ന് ചിരികറിയിരിക്കുന്നു. നശിച്ചു പോകും. ദൈവം ചോദിക്കുകയാണ്, എനിക്കുള്ള ബഹുമാനം എവിടെ? കർത്താവ് സ്നേഹമുള്ളവരെ ആഗ്രഹിക്കണം. എന്നെ ആഗ്രഹിക്കണത് അറിയാം. വീട്ടിലിരിക്കുമ്പോഴേ ആഗ്രഹിക്കണം, കർത്താവേ പള്ളി വന്നാൽ എനിക്ക് വേറൊന്നും കാണണ്ട, നിന്നെ കാണണം. എനിക്ക് ഒരു ഹന്ന ഉണ്ടല്ലോ, അന്ന് പള്ളി പോയത് എങ്ങനെയാണെന്നറിയാവോ? ചങ്കുപൊട്ടിയാ, ചങ്കുപൊട്ടി. അവള് പറഞ്ഞു, എനിക്ക് കേൾക്കാനെ കാണണ്ട, ഏലി പുരോഹിതനെ കാണണ്ട. നിങ്ങൾക്കറിയാവോ, ഹന്ന ഏലി പുരോഹിതനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലെന്ന്. ആ മനുഷ്യൻ വാതിക്കൽ, ദേവാലയത്തിന്റെ വാതിക്കൽ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഏലി പുരോഹിതൻ എന്നാ വിചാരിച്ച്? ബഹുമാനമില്ലാത്തവൾ. പക്ഷേ ഹൃദയം കത്തിയ പോയത്. കർത്താവിനോട് പറഞ്ഞു, കാണില്ലേ എന്നെ? നീ എന്നെ കാണില്ലേ? എന്നെ ഒന്ന് കേൾക്കില്ലേ? എന്റെ അടുക്കലൊന്നും വരില്ലേ? വേറൊന്നും ചോദിക്കാനില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു കനാന്യക്കാരി സ്ത്രീ ചോദിച്ചതാ. കർത്താവ് പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് അപ്പമില്ല. അവള് പറഞ്ഞു, ആ മുഴുവൻ അപ്പം വേണ്ട കർത്താവേ, ആ മുഴുവൻ അപ്പം വേണ്ട. നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ മക്കളുടെ വായിൽ നിന്ന് വരുന്ന നുറുക്കില്ലേ, നുറുക്ക് കഷണം, അത് നായ്ക്കുട്ടി തിന്നത്തില്ലേ? ഒരു നുറുക്കായിട്ടെങ്കിലും വരാമോ? എന്തോ ഒരു ദാഹം, ഒരു നുറുക്കായിട്ട് വരാമോ? കർത്താവ് പറഞ്ഞു, മോളെ എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രിയമുള്ളവരെ വാഗ്ദാനം. ദൈവം ഇറങ്ങി വരും. പക്ഷെ ഇന്ന് വരെ നിനക്ക് ദാഹമില്ല, ഇന്ന് വരെ നീ ചോദിച്ചിട്ടില്ല, എനിക്ക് ഈ പള്ളി വന്നാൽ മറ്റൊന്നും കാണണ്ട, എനിക്ക് കാണണം. ആരെ കാണണം? യേശുവിനെ കാണണം. അതെങ്ങനെ നീ കാണണം? നിന്നെ തന്നെ താഴ്ത്തണം. നിന്നെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തണം. നിങ്ങളെ ഓർക്കാവോ, ഒരു വല്യച്ഛൻ വന്നു, ഞാനിവിടെ കസേരയിൽ ഇരിക്കുക, എനിക്ക് താഴ്മയുണ്ടെന്ന് ഞാൻ എങ്ങനെ കാണിക്കാൻ പറ്റും? എങ്ങനെ കാണിക്കാൻ പറ്റും? ആ എഴുന്നേക്ക. ആ വല്യച്ഛനെ ഒന്ന് വണങ്ങി ഒരു സമാധാനം. വടി പോലെ വേണേ പിടിക്കാം. ഈ പള്ളി വരുമ്പോൾ ആരുടെ മുമ്പിലാ? ആരുടെ മുമ്പിലാ? ആ ഇങ്ങനെ ഒന്നും നിൽക്കില്ല. കുറെ ആൾക്കാർ പള്ളി വരുന്നത് ഇരിക്കാൻ വേണ്ടി തന്നെ. കുറെ ആൾക്കാർ എന്തിനാ വരുന്നത്? ഇരിക്കാൻ വേണ്ടി തന്നെ. അവർക്ക് പള്ളി വരുമ്പോഴേ അസുഖമുള്ളെന്ന് എനിക്കറിയാം. എവിടെ വരുമ്പോഴേ ഉള്ളൂ? പുറത്തൂടെ നടന്നു ഒരു അസുഖം ഇല്ലെന്ന്, ഒരു വിഷയവും ഇല്ല. ഏത് മാവേലി സ്റ്റോറിലും ക്യൂ നിൽക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ പള്ളി വന്ന അതെന്തിന്റെ അസുഖം? അത് ഈ പ്രശ്നം കാഴ്ചയില്ല. നീ ബഹുമാനം കൊടുക്കേണ്ടിയ ദൈവത്തിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് ബഹുമാനിക്കണം. ഞാൻ പറയും, ഒത്തിരി അസുഖം മാറും കേട്ടോ. ഏതുകൊണ്ട് ബഹുമാനിച്ചാൽ? ശരീരം കൊണ്ട്. അപ്പൊ കുമ്പിടാൻ പറയുമ്പോൾ കുമ്പിടണം, കുരിശു വരിക്കാൻ പറയുമ്പോൾ കുരിശു വരിക്കണം. നാം എല്ലാവരും കരുണയുള്ള ദൈവത്തിന്റെ മുമ്പിൽ തല കുനിക്കണം. കുറെ പേര് പെന ചെയ്യണം, കുനിയില്ലേ? ഈ തല കുനിക്കുന്ന എന്താ? അതൊരു എളിമയുണ്ട് അതിന്റെ. എല്ലാം കാണാതെ അറിയാം, പക്ഷെ എന്നാലും കുർബാനക്രമം കയ്യിലെടുത്ത് പിടിച്ചു. അതെന്താ? അത് എല്ലാം കാണാതെ അറിയാം, പക്ഷെ എന്നാലും ഏത് കൈ പിടിച്ചു? അതെന്താണ്? അതാണ് എളിമ. ദേവാലയത്തിൽ വരുമ്പോ എളിമപ്പെടണം, വിനയപ്പെടണം കേട്ടോ. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ എളിമയോടെ അന്വേഷിക്കണം. ഇനി ഒരു കാര്യം കൂടെ കണ്ടീഷൻ പറയുന്നുണ്ട്. തങ്ങളുടെ ദുർമാർഗങ്ങളെ ഓർത്ത് അനുദപിക്കണം. എന്ത് ചെയ്യണം? അനുദപിക്കണം. നമ്മളെ ഓർക്കണം കേട്ടോ.
പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? ആരുമില്ല. നമ്മളാണെങ്കിൽ ചില സമയത്ത് ഞാനിങ്ങനെ ഓർക്കും, വലിയ കുഴപ്പമില്ലല്ലോ, നമ്മള് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല, കുഴപ്പമില്ല. എന്നാ പ്രിയമുള്ളവരെ, ഏറ്റവും വിശുദ്ധനായ കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതിയപ്പോ പറഞ്ഞു അദ്ദേഹം വിശുദ്ധനാണ്. 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും പാപമില്ലാന്ന് തോന്നുന്നുണ്ടോ? നീ വഞ്ചിച്ചിട്ടുണ്ട്, സത്യമില്ല നിന്നിൽ, സത്യമില്ല. നിന്റെ കണ്ണൊന്ന് നോക്കിക്ക്, നിന്റെ കണ്ണിൽ എത്ര ദുരാശ വന്നിട്ടുണ്ട്. ചിലരെ കണ്ടപ്പോൾ ഇഷ്ടം വന്നു, ചിലരെ കണ്ടപ്പോ ദേഷ്യം വന്നു, ചിലരെ കണ്ടപ്പോ വല്ലാത്ത ദുർമോഹം, ദുശ്ചിന്ത, വല്ലാത്ത അവസ്ഥ. കണ്ണിൽ പാപം ചെയ്തോ? ഇല്ല, പക്ഷെ കണ്ണിൽ എന്നാ ഉണ്ട്? ദുർമോഹമുണ്ട്. അതൊരു പാപം. മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പള്ളി വന്നു നിന്നാൽ അനുതപിക്കണം, കർത്താവിനോട് കരുണ ചോദിക്കണം. എത്ര വചനം തെറ്റിച്ചിട്ടുണ്ടെന്നറിയാം, എന്തെല്ലാം വചനങ്ങൾ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെന്നറിയാം. യേശു പറഞ്ഞ ഓരോ വചനങ്ങളും തെറ്റിച്ചവരാണ് നമ്മൾ. ഓരോ വചനങ്ങളും നമ്മൾ അനുദപിക്കണം. അങ്ങനെ ദേവാലയത്തിൽ വന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് എളിമപ്പെട്ട് അനുദപിച്ച് നിന്നാൽ ഒരു കനാന്യക്കാരി സ്ത്രീ എന്തുമാത്രം ഹ്യൂമിലിയേറ്റഡ് ആയി എന്നറിയാം. നായ്ക്കുട്ടി എന്ന് വിളിച്ചപ്പോ അവൾ അങ്ങ് എളിമപ്പെട്ടു. അതേ കർത്താവ്, യെസ് യെസ് യെസ്. ഒരു നുറുക്കായി വരാവോ? ആ നായ്ക്കുട്ടികൾക്ക് മക്കളുടെ വായിൽ നിന്ന് വീഴുന്ന നുറുക്കില്ല, അത് മതി എനിക്ക്. നിങ്ങൾ ഓർക്കണം, അവിടെ വീട്ടിൽ ദൈവത്തിന്റെ കണ്ണും ചെവിയും ഹൃദയവും എത്തി. ആമേൻ നിങ്ങൾ പറയണം. എന്നാന്നറിയാമോ? ദൈവത്തിന്റെ കണ്ണും ചെവിയും ഹൃദയവും വീട്ടിലെത്തുന്ന പ്രക്രിയ എന്താണെന്നറിയാമോ? ഇത് പള്ളി മാത്രം തന്നതാ, ദേവാലയത്തിൽ മാത്രം തന്നതാ ഈ കണ്ണും ചെവിയും ഹൃദയവും. ആരെങ്കിലും ഹൃദയം തന്ന്, കണ്ണ് തന്ന്, ചെവി തന്ന്, ഒരു പള്ളിയിൽ നിന്റെ കണ്ണും ചെവിയും ഹൃദയവും എനിക്ക് തന്നാൽ, എന്റെ കണ്ണും എന്റെ ചെവിയും എന്റെ ഹൃദയവും നിന്റെ വീട്ടിൽ. നിങ്ങൾക്കറിയാമോ, ആ കനാന്യക്കാരി സ്ത്രീ ചോദിച്ചെന്താണ്? മകൾക്ക് സൗഖ്യം തരാമോ? എന്താ ആശീർവാദം? ദൈവത്തിന്റെ ആശീർവാദം എന്നാ? മകളെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ മകൾക്ക് സൗഖ്യം കിട്ടി. ആണോ? പലരുടെ മനസ്സിലാണെന്നാണ്. ഒത്തിരി പേര് ഇപ്പൊ ഞാനാണോന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് തല കുലുക്കി. എന്നാ അങ്ങനെയല്ല. കർത്താവ് എന്നാ പറഞ്ഞെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എത്രാം അധ്യായമാണ്? അതെ, 15-ാം അധ്യായം. 15-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം എന്ത് മനോഹരം നോക്കണേ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആശീർവാദം എങ്ങനെയാണ്? നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. മോളെ, നീ കാലഘട്ടങ്ങളിൽ നീ ഹൃദയത്തിൽ എന്തെല്ലാം ആഗ്രഹിച്ചോ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതിന്റെ അകത്ത് മോളുടെ സൗഖ്യം മാത്രമേ ഉള്ളൂ? അല്ല. ഈ നാളുകളിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളെല്ലാം ദൈവം ഒറ്റ വാക്കിൽ, ദൈവത്തിന്റെ വചനം വന്നാൽ പ്രവൃത്തി വന്നു. മോളെ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. എപ്പോൾ? എപ്പോൾ? ഒരു ആലയത്തിൽ വന്ന് കാണേണ്ടവനെ കണ്ട് എളിമപ്പെട്ട് വിനയപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കണ്ണും ചെവിയും ഹൃദയവും എങ്ങോട്ട് കൊണ്ടുവരും? എങ്ങോട്ട് കൊണ്ടുവരും? നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ ദൈവത്തിന്റെ കണ്ണും ചെവിയും ഹൃദയവും ഉണ്ടോ? ദൈവത്തിന്റെ രാജ്യം വന്നു. അവിടെ ആരുടെ ഇഷ്ടം നടക്കും? ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ നാമത്തിന് അവിടെ സ്ഥാനമുണ്ട് ആ വീട്ടിൽ. അവിടെ നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം നമ്മുടെ വീട്ടിൽ വരാൻ ഈ പള്ളി വന്നിട്ട് ചങ്കും കണ്ണും ചെവിയും ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നിൽക്കണം. പള്ളി വന്നാൽ എന്ത് ചെയ്യണം? ശ്രദ്ധ വേണം. ശ്രദ്ധ. നിങ്ങൾക്കറിയാവോ, ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്നാ വരുമെന്നറിയാവോ?
ശ്രദ്ധയുണ്ടെങ്കിൽ എന്നാ വരുമെന്ന് അറിയാവോ? ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഹാൻഡ്സപ്പ് വെച്ച് എല്ലാരും കൈ പൊക്കിക്കേ. ഇനി കൈ താത്തു. കൈ ആരും പൊക്കല്ലേ, ഇപ്പോഴും കുറച്ച് പേര് പൊക്കി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്താണെന്നറിയാമോ? ഈ ശ്രദ്ധയ്ക്കകത്ത് എന്നാ വരുമെന്നറിയാമോ? അനുസരണം വരും. എന്നാ വരും? ഇത്രയും പേര് ഒറ്റ വാക്കുകൊണ്ട് എല്ലാരും കൈപൊക്ക. എല്ലാരും കൈപൊക്കി. എന്തുകൊണ്ട് കൈപൊക്കി? എന്തുകൊണ്ട് കൈപൊക്കി? അനുസരണം. അപ്പോഴും കുറച്ചു പേര് കൈപൊക്കിയിട്ടില്ല. എന്തുകൊണ്ട് കൈപൊക്കിയില്ല? പിന്നെ അനുസരണക്കേട് അതൊന്നും അല്ല, അവര് നല്ല ഉറക്കായിരുന്നു. അപ്പൊ ഉറങ്ങിയവർക്ക് എന്ത് പറ്റിയില്ല? കണ്ടോ, കേട്ടാൽ ശ്രദ്ധ വരും. ഉറങ്ങിയവര് കൈപൊക്കിയില്ല. പിന്നെ നമ്മള് കൈപൊക്കരുതെന്ന് പറഞ്ഞപ്പോ അവരോട് ഉണർന്നു, അവരുടനെ കൈപൊക്കി. അപ്പൊ അവരോർത്ത് എന്തോ ഉണ്ടായിരുന്നല്ലോ, അവർ കൈപൊക്കി. ആണ്ട് മൊത്തം കൊളായില്ലേ. അനുസരണക്കേടായിരുന്നു ആദ്യത്തെ പാപം. സത്യത്തിൽ എന്താ പറ്റിയത്? ശ്രദ്ധയില്ലായിരുന്നു. എന്തില്ലായിരുന്നു? അപ്പൊ ഈ പള്ളി വന്നാൽ എന്നാ വേണം? ദാ ശ്രദ്ധിക്കുന്നത്. ബാക്കി ഫില്ലപ്പ് ചെയ്യാവോ? ഇതാ ശ്രദ്ധിക്കുന്നത്. ആണ്ട് കിടക്കുന്നു. ഒന്ന് ചുമൽ 15:22 വായിച്ചു. അന്ന് ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ചുമൽ 15:22 അല്ലേ? ഞാനിപ്പോ 2 ചുമൽ എടുത്ത് വെച്ചിട്ടാണ്. ഒന്ന് ചുമൽ 15:22 ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിക്കേ. എന്നാണ്? ഇതാ അനുസരിക്കുന്നത്. കണ്ടോ, ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാങ്ങളും ഹനനയാങ്ങളും യഹോവയ്ക്ക് പ്രസാദമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത്. പള്ളി വന്നിട്ട് പ്രിയമുള്ളവര്, യാഗം അർപ്പിച്ചില്ലെങ്കിലും ശ്രദ്ധയോടെ ഒരാൾ നിന്നാൽ, എങ്ങനെ നിന്നാൽ ദൈവം അവന്റെ മേലെ ഇറങ്ങും. ശ്രദ്ധയോടെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? ഞാനൊരിക്കൽ കുർബാന അർപ്പിക്കാൻ പള്ളിയിൽ ഇങ്ങനെ തൂയോബിക്ക് കയറാൻ ഈ സ്റ്റെപ്പിലോട്ട് പോവുക കേട്ടോ. അപ്പൊ അങ്ങനെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ആരോ പറയുകയാണ്, എല്ലാവരുടെയും കുർബാനയൊന്നും ദൈവം കാണുന്നില്ല, ആണ്ട് കിടക്കും. എല്ലാവരുടെയും കുർബാനയൊന്നും. ഞാൻ കുറച്ചു നേരോടെ നിന്നപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്, ജനകോടികൾ ഇന്ന് ദേവാലയത്തിലുണ്ട്. ഒരു ഞായറാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ പള്ളിയിലൊക്കെ എത്രയോ ജനങ്ങളാണ്. എല്ലാ പള്ളികളും അങ്ങ് തിരുവനന്തപുരം തൊട്ടങ്ങ് അങ്ങ് ജമ്മു കാശ്മീർ വരെ ദേവാലയത്തിൽ എത്രയോ ജനങ്ങൾ. ലോകം മുഴുവൻ ഒരു ഞായറാഴ്ച എത്രയോ ജനങ്ങൾ ബലിപീഠത്തിന്റെ മുമ്പിൽ. ദൈവം പറയുകയാണ്, കോടിക്കണക്കിന് ജനങ്ങൾ ബലിപീഠത്തിന്റെ മുമ്പിലുണ്ട്. ലക്ഷക്കണക്കിന് പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്നുണ്ടെങ്കിലും എന്റെ കണ്ണ് എല്ലാവരുടെ മേലുമില്ല. എന്റെ കണ്ണ് എല്ലാവരുടെ മേലുമില്ല കേട്ടോ. അപ്പൊ എനിക്കൊരു ആഗ്രഹമായി, പിന്നെ ഈ കണ്ണ് പിടി എവിടെയാണ്? ആരുടെ? കർത്താവ് സ്നേഹമുള്ളവരെ, അന്ന് എനിക്കൊരു വചനം കിട്ടി. എന്താണെന്നറിയാമോ? 2 ദിനവൃത്താന്തം 16:9. ദൈവത്തിന്റെ കണ്ണ് ഒരു ഞായറാഴ്ച കുർബാന നടക്കുമ്പോൾ ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കും. ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ, ഒരു ധ്യാനം നടക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കും. 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുകയാണ്. 7 കണ്ണുണ്ടെന്നാണ് സക്കറിയാ പ്രവചനം 4 പറയുന്നത്. ദൈവത്തിന്റെ 7 കണ്ണ് ഈ ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നു. ഈ പുതുപ്പള്ളിയുടെ മുകളിൽ വന്ന് ദൈവത്തിന്റെ കണ്ണ് നോക്കിയിട്ട് ഓരോരുത്തരെ നോക്കുകയാണ്. എന്താ ദൈവം നോക്കുന്നതെന്നറിയാമോ? ആരാണ് കണ്ണും ചെവിയും ഹൃദയവും തന്നതെന്ന്. ഈ പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ കണ്ണും ചെവിയും ഹൃദയം തന്നവൻ ആരാണ്? ഏകാഗ്ര ഹൃദയത്തോടെ എന്റെ ദൈവമേ എന്ന് നിലവിളിച്ച് ദൈവത്തെ നോക്കിയത് ആരാണോ അവരുടെ മേൽ ദൈവം ഇറങ്ങി വരും. ദൈവം ശക്തനാണെന്ന് കാണിക്കും. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുക. അന്ന് ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു, എല്ലാവരുടെ മേലും കണ്ണില്ല കേട്ടോ. എടാ, ചങ്കും ഹൃദയവും ഒക്കെ തരണം. നീ ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ല ശ്രദ്ധ.
അനുസരിക്കണം എന്നെ. ദൈവം ഹൃദയത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞ ഹൃദയത്തിൽ എങ്ങനെ വരുന്നത്? ദൈവം നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നത് ദൈവം ഒരു ആത്മാവിലാണ്. ദേഹം ദേഹി ആത്മാവ്. ആത്മാവിലാണ് ദൈവം സംസാരിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എപ്പോഴായി ചെവി വന്നത്? ശ്രദ്ധ വന്നപ്പോൾ. ഹൃദയത്തിൽ ദൈവം സംസാരിക്കും, ഇടപെടും. ദൈവം ഇടപെടും. ആത്മാവ് നിന്നോട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാ വ്യാപരിച്ചുകൊണ്ടിരിക്കും. കേൾക്കണം. അങ്ങനെ പ്രിയമുള്ളവരെ, ഒരു ഞായറാഴ്ച നിങ്ങൾ നോക്കിക്കേ, ഈ പുതുപ്പള്ളി പ്രദേശത്ത് ഈ പള്ളിയിൽ ജനകോടികൾ നിൽക്കുമ്പോൾ ഒരാള് മാത്രം ഈ പള്ളിയിൽ കർത്താവിനെ കാണുകയാണ്. കണ്ണുകൾ പറിക്കാതെ കർത്താവിൽ ശ്രദ്ധിക്കുകയാണ്. യേശുവിനെ കേൾക്കാൻ ആഗ്രഹിച്ച് ഹൃദയം കൊടുത്തോണ്ടിരുന്ന പ്രിയമുള്ളവരെ, സ്വർഗം മുഴുവൻ ഇറങ്ങി വരും. ഈ ഭൂമിയിൽ ദൈവം ആരെ അന്വേഷിക്കുന്നത്? എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ആരെ നോക്കി? മനുഷ്യപുത്രന്മാരെ. എല്ലാ വീട്ടിലും സന്ധ്യാ നമസ്കാരം നടക്കുകയാണ്. അപ്പൊ അവിടെ അപ്പുറത്തും എല്ലാം സന്ധ്യാ നമസ്കാരം. മനസ്സിലായില്ലേ? ടോണി ചേട്ടന്റെ വീട്ടിലും മാത്തുക്കുട്ടിയുടെ വീട്ടിലും എല്ലാം ദൈവം ഇങ്ങനെ നോക്കി സന്ധ്യാ നമസ്കാരം നടക്കുക. പോണേ തോത്തെ പിതാവിനും പുത്രനും ആമീൻ. അയ്യോ, ഒരു വായിക്കോട്ടെയൊക്കെ വിട്ടിട്ട് മതിയല്ലേ? അല്ലേ? ചിലപ്പോ ചില വീട്ടിൽ സന്ധ്യാ നമസ്കാരം മതിയില്ലേ? മതി. ദൈവം ഇറങ്ങി വരുമോ? ഇത് നടത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ദൈവത്തെ ആര് കളിയാക്കിയിട്ടുണ്ട്? ആര് കളിയാക്കിയിട്ടുണ്ട്? അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചേട്ടനല്ല, നിന്റെ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന സാത്താൻ കൂവി. കണ്ടോടാ, ഈ വീട്ടില് മാമോദീസ മുക്കിയ മത്തായി ചേട്ടന്റെ പ്രാർത്ഥന കണ്ടായിരുന്നോ? ഇഷ്ടമായോ? സത്യം പറഞ്ഞ എന്തു വിഷമിച്ചില്ല ദൈവം. അവിടെ ദൈവം പറയുകയാണ്, പള്ളി വരുന്ന എല്ലാവരുടെ മേലും എന്റെ കണ്ണില്ല. ചങ്കു ഹൃദയവും തന്നിട്ട് എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മേൽ ഇറങ്ങും. ഈ പൽക്കാലം ദൈവം നിന്നെ കാണണം. സക്കായിയെ കണ്ടു ദൈവം. അനേകരുണ്ടെങ്കിലും സക്കായിയെ കണ്ടു. സക്കായിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ആരെ കാണണം? എനിക്ക് യേശുവിനെ കാണണം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. യേശുവിനെ കാണണം. ഒരേ ഒരു ആഗ്രഹം, വേറെ ഒന്നും കാണണ്ട. ഞാനോ നിങ്ങളോ അന്ന് കാട്ടത്തിൽ കയറിയിരുന്നെങ്കിൽ പത്രോസിനെ നോക്കിയനെ, യാക്കോബിനെയും യോഹന്നാനെയും യൂദ. ആരാ ഈ യൂദ? നമ്മൾ നോക്കിയേനെ. പക്ഷെ സക്കായി എന്ന് ആരെ നോക്കി? യേശുവിൽ മാത്രം. യേശുവിനെ മാത്രം, മറ്റൊന്നും അവൻ കണ്ടില്ല. യേശുവിൽ മാത്രം നോക്കിയപ്പോ യേശു നിന്നു. യേശു നിന്നു. നിന്റെ ജീവിതയാത്രയിൽ യേശു നിന്ന് തരണം. യേശു എന്നാ പറഞ്ഞത്? സക്കായി, എന്റെ കണ്ണും എന്റെ ചെവിയും എന്റെ ഹൃദയവും ഇന്ന് നിന്റെ വീട്ടിൽ വരും. വന്നോ ഇല്ലയോ? സക്കായോട് എന്നാ പറഞ്ഞത്? ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. നിന്റെ വീട്ടിൽ വരുവത്. ഞാൻ വേഗം പോവുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഏതാണ് ഈ ആലയം? ഈ ആലയത്തിൽ കാണേണ്ട ഒന്നുണ്ട്. ഈ ആലയത്തിൽ കാണേണ്ട ഒന്നുണ്ട്. വലിയ അനുഗ്രഹ നദി കാണണം. ഞാനിങ്ങനെ ഒരു ദിവസം ദേവാലയത്തിൽ ഇരിക്കുക. കുർബാനയുള്ള ദിവസം തലേദിവസം പോയി ഇരിക്കും. അത് ചുമ്മാ ഇരിക്കുക, വെറുതെ ഇരിക്കുക പള്ളി. അങ്ങനെ ഇരുന്ന് എനിക്കൊരു ആഗ്രഹം, കർത്താവിന്റെ കുരിശിലൊന്ന് നോക്കിയാലോ. കാരണം ഈ ത്രോണോസിലെല്ലാം വെച്ചിരിക്കുന്ന എന്നാ വെച്ചേ? കുരിശുണ്ടെങ്കിലേ എന്താ ആവത്തുള്ളൂ? ത്രോണോസ് ആവുള്ളൂ അല്ലേ? അവ കുരിശ് എന്നാ കുരിശിലൊന്ന് നോക്കിയാൽ. അങ്ങനെ കുരിശയെ നോക്കിയിരുന്നു. അങ്ങനെ കുറെ നേരം കുരിശയെ നോക്കിയപ്പോൾ എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് പറഞ്ഞു, എടാ കുരിശയെ മാത്രം നോക്കാതെ ചുറ്റൂടെ നോക്കടാ. കുരിശയെ മാത്രം നോക്കാതെ എന്ത് ചെയ്യണം? ചുറ്റും കൂടെ നോക്ക്. അപ്പൊ ഞാൻ ചുറ്റുപാടും കൂടെ നോക്കി. അന്ന് കർത്താവിന്റെ കുരിശിന്റെ ചോട്ടിൽ പരിശുദ്ധ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനും, കുറെ മറിയമാർ, കുറെ സ്ത്രീകൾ, ശതാധിപൻ, പട്ടാളക്കാര്, പലരെയും കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഇവരെയൊക്കെ കണ്ടല്ലോ. ദൈവം പറഞ്ഞു, ചുമ്മാ ആവശ്യമില്ലാത്തത് നോക്കാതെ എടാ കാണേണ്ടത് കാണാൻ മതി.
ഈ കുരിശിന്റെ ചുറ്റും എന്നാ കാണണം? കാണേണ്ടത് കാണുക. അപ്പൊ വല്ലാത്ത പ്രയാസമായി, എന്താ ഈ കാണാനുള്ളത്? കർത്താവിൽ സ്നേഹമുള്ളവര്, ദൈവം ഒരു വചനം കാണിച്ചു, വളരെ പ്രധാനപ്പെട്ടതാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. കർത്താവിനെ കുരിശിൽ തറച്ച് ഇങ്ങനെ രണ്ട് കൈയും വിരിച്ചു കിടക്കുമ്പോൾ കുരിശിന്റെ ചുറ്റും ഒരു കാര്യം സംഭവിച്ചു കേട്ടോ. കർത്താവിനെ ഇങ്ങനെ കുരിശിൽ തറച്ച് മൂന്നാണികളെ തൂക്കിയിട്ടപ്പോൾ കുരിശിന്റെ ചുറ്റും ഒരു കാര്യം സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെയും സ്വർലോകത്തിലെ ദുരാത്മശക്തികളെയും പാതാളത്തിന്റെ അതീയ ശക്തികളെയും കർത്താവ് ആ കുരിശിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആരെയാ കൊണ്ടുവന്നേ? ആരാ? വാഴ്ചകൾ, അധികാരങ്ങൾ, പ്രഭുക്കന്മാർ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി, സ്വർലോകത്തിലെ ദുരാത്മശക്തി, പാതാളത്തിലെ അതീയ ശക്തികളെ എല്ലാം എവിടെ കൊണ്ടുവന്നു? എവിടെ കൊണ്ടുവന്നു? കുരിശിന്റെ മുമ്പിൽ. ആരായത്? ആരെയെ കൊണ്ടുവന്നത്? കുരിശിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആരെയാണ്? ഞാൻ പറഞ്ഞത് എന്നെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ, വാഴ്ചയെ കൊണ്ടുവന്നു. അതല്ല, ഇത് എന്തിനെയാ കൊണ്ടുവന്നെന്ന് പറ. ഇതാരെയാ കൊണ്ടുവന്നത്? ആരെയെ കൊണ്ടുവന്നത്? ആ, പിശാചിനെ, സാത്താനെ കൊണ്ടുവന്നു കേട്ടോ. കർത്താവ് കുരിശിൽ തൂങ്ങിയപ്പോൾ കണ്ടില്ല, നീ ഇന്നുവരെ കണ്ടില്ല. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും സകല അന്ധകാര ശക്തികളെയും കുരിശിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്തത്? കർത്താവ് വെക്കട ആയുധം എന്ന് പറഞ്ഞു. തോക്ക് വെപ്പിച്ചു, ബോംബ് വെപ്പിച്ചു, മിസൈൽ വെപ്പിച്ചു. എങ്ങനെ നിർത്തിയെന്നറിയാമോ? ആയുധങ്ങളെല്ലാം നിലത്തിടിപ്പിച്ചു. എങ്ങനെ നിർത്തി? ഇങ്ങനെ. വചനം പറയുകയാണ്, നിരായുധരാക്കി നിർത്തി. യേശുവിന്റെ കുരിശിൽ സകല സാത്താന്റെ സൈന്യങ്ങളും സർവ ആയുധങ്ങളും നിലത്തു വെച്ച് നിരായുധരായി നിന്നു, കൈ ഉയർത്തി നിന്നു. എന്നിട്ട് യേശു എന്ത് ചെയ്തെന്നറിയാമോ? പരസ്യമായി അവരുടെ മുമ്പിൽ കുരിശിൽ ജയം ആഘോഷിച്ചു. യേശു പരസ്യമായി അവരുടെ മുമ്പിൽ ജയം ആഘോഷിച്ചു. ആരാണ് ജയിച്ചത്? ആരാണ് ജയിച്ചത്? നിനക്കെന്നും ആരെയാ പേടി? യോ സാത്താൻ, യോ അങ്ങോട്ട് നോക്കിയ സാത്താൻ, ഇങ്ങോട്ട് നോക്കിയ ബാധ, അവിടെ നോക്കിയ പ്രശ്നം, ഇവിടെ നോക്കിയ പ്രശ്നം, ആ മനുഷ്യൻ കൂടോത്രം, ഈ മനുഷ്യൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ചുമ്മാ പേടി. എന്റെ പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ വരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ക്രൂശിലെ യാഗം, ഈ ക്രൂശിൽ അന്ന് നടന്ന പരമയാഗം ആവർത്തിക്കപ്പെടാൻ പറ്റില്ല. യേശുവിന്റെ കുരിശിലെ യാഗം ആവർത്തിക്കപ്പെടാൻ പറ്റില്ല. എന്നാൽ യേശു തമ്പുരാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത തലേ രാത്രിയിൽ ആവർത്തിക്കാൻ പറ്റുന്ന ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഏതാണ് ഏൽപ്പിച്ചു കൊടുത്തത്? തലേ രാത്രിയിൽ അപ്പം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം. ആ കാസ എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ അനേകരുടെ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന എന്റെ രക്തം. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ഇത് ആവർത്തിക്കണം. ആ കുരിശിലെ യാഗം ആവർത്തിക്കപ്പെടുന്ന ഒരേ ഒരു സ്ഥലം ഈ ഭൂമിയിൽ ഏതാണെന്ന് പറയാമോ? അപ്പൊ ദേവാലയം എന്താ? ദേവാലയത്തിൽ കുരിശിലെ യാഗം നടക്കുക മക്കളെ. കുരിശിലെ യാഗം. അവിടെ നിന്റെ കർത്താവ് ആണിമേ തൂങ്ങി നിന്റെ സർവ്വ പാപങ്ങളെയും നിന്റെ രോഗങ്ങളെയും ചുമന്നിട്ടുണ്ട്. നീ അപ്പോ കണ്ണു തുറന്ന് ഒരു കാഴ്ച കാണണം. എന്നാന്നറിയാമോ? തേ കിടക്കുന്ന നിന്റെ വീട്ടിലെ സാത്താനെല്ലാം തേണ്ട് വീണ് അവൻ തോറ്റ് കിടക്കുകയാണ്. അവന്റെ മേലെ ഇനി ആയുധമില്ല, ഒരു ചുക്കും നിന്നെ ചെയ്യില്ലെന്ന് കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു ഇഞ്ചി എന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്നാ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞു? ഈ ചുക്കിന് ഒരു ഗുണമുണ്ട്, എത്ര നാൾ ഇരുന്നാലും എന്ത് ചെയ്യും? അവിടെ ഇരുന്നു.
അല്ലേ? ആ ചുക്കിന് അത് ഉണക്കി അങ്ങ് വെച്ചാൽ അവിടെ ഇരുന്നു. ഒരു ചുക്കൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? ആയുസിന്റെ അന്ത്യം വരെ ഒന്നും ചെയ്യും. നീ ഉള്ളിടത്തോളം കാലം ഒന്നും ചെയ്യത്തില്ല. സാത്താനെ, നീ ഉള്ളിടത്തോളം കാലം ഒന്നും ചെയ്യില്ല. കാരണം ഈ ബലിപീഠത്തിൽ എന്റെ കർത്താവ് നിന്നെ ആയുധം വെപ്പിച്ച് കീഴടക്കി ആ കുരിശിൽ ജയം ആഘോഷിച്ച സ്ഥലമാണിത്. കണ്ണു തുറന്ന് കാണുന്നീ. പ്രിയമുള്ളവരെ, ഈ അടുത്ത നാളിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്കറിയാമല്ല, പിറ്റേ ദിവസം ബലിപീഠത്തിലേക്ക് കയറുമ്പോൾ ഒരു വലിയൊരു അഭിഷേകം. ഈ കാഴ്ച കാണുന്നതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? നാളുകൾ കുർബാന അർപ്പിച്ചിട്ട് കണ്ടില്ലെന്ന്. 3 ആണി മാത്രം ഇത്ര നാളും കണ്ടായിരുന്നു. 3 ആണി കണ്ട്, അയ്യോ. പിന്നെ ആ ആണി തന്നെയാണല്ലോ പിന്നെ കണ്ടത്. എന്തായിരുന്നു കാണേണ്ടത്? ആണി അല്ലായിരുന്നു. കാണേണ്ടത് എന്തായിരുന്നു? നിന്നെ തകർക്കുന്ന സാത്താൻ വീണടാ. ആകാശത്തു നിന്ന് മിന്നൽ പിണർ വീഴുന്നത് പോലെ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു പറഞ്ഞ് യേശു ചിരിച്ചു. യേശു ചിരിച്ചു എന്ന് പറയുന്ന സ്ഥലം വളരെ കുറവാണ്. യേശു എപ്പോഴാ ചിരിച്ചത്? സാത്താൻ വീഴുന്നത് കണ്ടപ്പോൾ. നീ പള്ളി വന്നിട്ട് സാത്താൻ വീഴുന്നത് കണ്ടാ നിന്റെ യേശു നിന്നെ കണ്ടിട്ട് എന്ത് ചെയ്യും? ചിരിക്കും കേട്ടോ. അപ്പൊ നാളുകൾ പള്ളി വന്നിട്ട് എന്ത് കണ്ടില്ല? ഇത് കണ്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് കർത്താവ് സാത്താൻ വീഴുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തത്? സാത്താൻ മിന്നൽ പിണർ പോലെ വീഴുന്നത് കണ്ടു. കണ്ടോ? 10-ാം അധ്യായത്തിന്റെ 16-ാം 18-ാം വാക്യം. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. യേശു പറയാ ഞാൻ കണ്ടു. യേശു എന്നിട്ട് എന്ത് ചെയ്തു? ആനന്ദിച്ചു. 21-ാമത്തെ വാക്യം, യേശു ആനന്ദിച്ചു. ആരെങ്കിലും ഈ കാഴ്ച കണ്ടാൽ ആനന്ദിക്കും. എന്റെ പ്രിയമുള്ളവരെ, നാളുകൾ പള്ളി വന്ന് കുർബാനയ്ക്ക് നിന്നതല്ലേ? ഞാൻ എന്നെ തന്നെ പറയുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല നീ കണ്ടില്ല. ദൈവം എന്റെ ഉള്ളിൽ ഒരു ശക്തമായ ആഹ്വാനം തന്നു. കാണടാ. കുരിശെ മാത്രമല്ല നീ നോക്കണ്ട, ചുറ്റുപാടൊന്ന് നോക്കിക്കേ. അനേക സൈന്യം, വാഴ്ചകൾ, അധികാരങ്ങൾ, പ്രഭുക്കന്മാർ, സ്വർലോകത്തിലെ, ഈ ഭൂമിയിലെ, പാതാളത്തിലെ മുഴുവൻ സൈന്യങ്ങളും ആയുധമില്ലാതെ വിറങ്ങലിച്ച് കിടക്കുന്ന കാണടാ. നിന്റെ യേശു ജയിച്ചവനാണ്. നിന്റെ യേശു ആരാണ്? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചു. കഷ്ടമുണ്ടെന്ന് കുരിശല കിടക്കുന്നത്. കഷ്ടമുണ്ട് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യം നോക്കിയാ പിന്നെ നോക്കിയാൽ മതി. കർത്താവ് പറഞ്ഞു കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ജയിച്ചവൻ. അതുകൊണ്ട് കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ ആലയം എന്ന് പറയുന്നത് കാൽവരിയിലെ യേശുവാണ്. ഈ ആലയം ആരാണ്? ഈ ആലയം ആരാണ്? നീ പള്ളി വരുമ്പോ ആരെയാ കാണണ്ടേ? ഈ നുറുക്കപ്പെടുന്ന യേശുവിനെ കാണണം. യേശു നുറുക്കപ്പെടുന്നിടത്തെല്ലാം സാത്താൻ വീഴും. ഇനി പള്ളി വന്ന എങ്ങനെയൊക്കെ കാണും. യേശു നുറുക്കപ്പെടുന്നിടത്തെല്ലാം ആര് വീഴും? ആ ക്രൂശിൽ യേശു നുറുക്കപ്പെട്ടു. ഇഞ്ചിഞ്ചായി അവന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഉഴുതു മറിച്ച് കീറി. പ്രിയമുള്ളവരെ, അവൻ അല്പം പോലും ശരീരത്തിൽ രക്തകണങ്ങളില്ലാത്ത സ്ഥലമില്ലാത്ത വിധത്തിൽ കർത്താവ് നുറുക്കപ്പെട്ട സ്ഥലത്ത് സാത്താൻ വീണു. അതാണ് കുർബാന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദേവാലയം എന്തായിരുന്നെന്നറിയാമോ? കാൽവരിയിലെ യേശുവാണ്. ഇനി ആ യേശു നീ ആ പള്ളിയിൽ അങ്ങനെ കാണാൻ പറ്റിയാൽ എന്നാ പറ്റുമെന്ന് അറിയാമോ? എഹെസ്കേൽ 47 എടുത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം. എഹെസ്കേലിന്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഞാനിങ്ങനെ പള്ളിയിലേക്ക് നോക്കുമ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു ജലധാര പുറപ്പെടുന്നത് കണ്ടു. കേട്ടോ, ആലയത്തിന്റെ ഉമ്മരപ്പടിയിലൂടെ എന്ത് പോകുന്നു? ഒരു നീർച്ചാല് പോകുന്നു. എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ കാണുകയാണ്, അത് വലതുവശത്താണ്. എവിടെയാണ്? വലതുവശത്ത്. നീർച്ചാൽ എവിടെയാണ്?
നീർച്ചാൽ എവിടെയാണ്? ഉറങ്ങുന്നവരെല്ലാം ഒന്ന് പറഞ്ഞ്, നീർച്ചാൽ എവിടെയാണ്? ഓ, ഇത്രയും പേര് ഉറങ്ങി. അപ്പോ നീർച്ചാൽ എവിടെയായിരുന്നു? വലതുവശത്ത്. ഇനി ആ വിശ്വാസ പ്രമാണം ഒന്ന് ചൊല്ലിക്കേ. ക്രൂശിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ ഏത് ഭാഗം? അപ്പൊ യേശു ഇപ്പൊ എവിടെയാ? ഇപ്പൊ പ്രവാചകൻ കണ്ട നീരോട്ടം എവിടുന്നായിരുന്നു? അപ്പോൾ പിതാവിന്റെ വലതുവശം. കർത്താവ് പിതാവിന്റെ വലതുവശത്തിരിക്കുകയാണ്. പുത്രൻ തമ്പുരാൻ വലതുവശത്ത്. ഒത്തിരി റെഫറൻസ് ഉണ്ട്. റോമർ 8:35. പിന്നെ വായിച്ചാൽ മതി, ഇവിടെ ഒന്നും വായിക്കണ്ട. ഒത്തിരി സ്ഥലം എബ്രായറിലുണ്ട്, 7-ാം അധ്യായത്തിലുണ്ട്. പിതാവിന്റെ വലതുവശത്ത് പോയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധനായ പത്രോസ്ലീഹ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, കർത്താവ് മരിച്ചിട്ട് ഉയർത്തിട്ട് ഇപ്പോൾ പിതാവിന്റെ വലതുവശത്ത് എഴുന്നള്ളിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ചിന്ത എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, മക്കളെ, കർത്താവ് മരിച്ചിട്ട് പിതാവിന്റെ വലതുവശത്തിരിക്കുന്ന ഉയരങ്ങളിലേക്ക് നിന്റെ ചിന്ത കൊണ്ടുവന്നേ. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എവിടെ? കുർബാനയിൽ എന്നാ പറയുന്നത്? ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എന്ന് പറഞ്ഞ പിതാവിന്റെ വലതുവശത്തേക്ക് പോണം. പിതാവിന്റെ വലതുവശത്തേക്ക് പോണം. അവിടെയാണ് കുർബാന നടക്കുന്നത്. അവിടെയാണ് കുർബാന നടക്കുന്നത്. പിതാവിന് വലതുവശമുണ്ട്, ഇടതുവശമുണ്ട്. കേട്ടോ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? കാരണം അവിടെ മാത്രമേ കരുണയുള്ളൂ. പിതാവാം ദൈവത്തിന്റെ കരുണയുടെ പേരാണ് ഈ ക്രൂശിക്കപ്പെട്ട കർത്താവ്. ഇതാണ് കുർബാന. കരുണയുടെ പേരാണ് ഈ ക്രൂശിലെ കർത്താവ്. ഇടതുവശത്ത് എന്നാ കിട്ടും? ന്യായവിധി. കാരണം ദൈവം നീതിമാൻ. നീതികേടൊന്നും സഹിക്കാൻ പറ്റില്ല. നീ നിന്റെ അപ്പന് പച്ചവെള്ളം കൊടുക്കാതിരുന്നത് അനീതിയാണ്. ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. അപ്പനെ നീ തെരഞ്ഞെടുത്തതല്ലോ, അപ്പനെ ദൈവം തന്നതല്ലേ. പച്ചവെള്ളം കൊടുക്കാഞ്ഞപ്പോ നീ ദൈവത്തിനാണ് കൊടുക്കാഞ്ഞത്. നിന്റെ അമ്മായിയമ്മ നീ തെരഞ്ഞെടുത്തതല്ല, ദൈവം തന്നതാണ്. നീ ഇത്രയെ ഉപദ്രവിച്ചപ്പോ നിന്റെ ദൈവത്തെയാണ്. ഇടതുവശത്തേക്ക് ചെന്നാൽ ചെയ്ത പ്രവൃത്തിക്ക് മുഴുവൻ ന്യായവിധി. ന്യായവിധി. അതുകൊണ്ട് പിതാക്കന്മാര് പറയാം, മക്കളെ, ജീവിച്ചിരിക്കുമ്പോ വലതുവശം നോക്കിക്കും. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. കരുണയുടെ പ്രതീകമായി ആരുണ്ട്? യേശു. ആരുണ്ട്? യേശു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, മക്കളെ, പാപം ചെയ്യരുത്. ചെയ്തു പോയെങ്കിലോ യേശുവിന്റെ അടുക്കലേക്ക് വരിക. എങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലേക്ക് വരണം, ബലിപീഠത്തിലേക്ക് വരണം, ഈ ദേവാലയത്തിലേക്ക് വരണം. പുത്രൻ തമ്പുരാൻ പിതാവിന്റെ വലതുവശത്ത് കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വലതുവശത്ത് നിന്ന് ഒരു വെള്ളച്ചാട്ടം. പ്രവാചകനോട് പറഞ്ഞു, നീ ആ പള്ളിയിൽ അങ്ങനെ നിൽക്കാതെ കേറടാ, കേറ്, ഈ വെള്ളം കണ്ടിട്ട് കേറി ഇങ്ങോട്ട്. അപ്പോൾ എന്താണ്? കാലിന്റെ നരിയാണിയോളം വെള്ളം, കണങ്കാല് വരെ വെള്ളം. പ്രവാചകൻ നിന്നു, കൊള്ളാം, കാല് നനഞ്ഞു മതി. കാല് നനഞ്ഞാൽ അപകടം കേട്ടോ. കാല് നനഞ്ഞാൽ എന്നാണ്? ശരീരത്തിന്റെ ഭൂരിഭാഗവും വരണ്ടിരിക്കുക. ഈ കാല് നനഞ്ഞതിന്റെ പേരാണ് മാമോദീസ. കാല് നനഞ്ഞതിന്റെ പേരെന്താണ്? മാമോദീസ. കർത്താവേ, സ്നേഹമുള്ളവരെ, അവിടെ നിന്നാ പോരാ, നീ ക്രിസ്തുവിൽ വളരണം. പ്രവാചകനോട് ആത്മാവ് പറഞ്ഞ് മുന്നോട്ട് പോ. ഓരോ ദിവസവും ഈ ബലിപീഠത്തിൽ നിന്റെ ക്രിസ്തുവിനെ കണ്ട് നീ മുന്നോട്ട് പോ. മുട്ടോളം വെള്ളം പോരാ, മുന്നോട്ട് പോ. ഇത്രയും കണ്ടാ പോരാ. നീ ഈ യേശു ഇത്രയും വെളിപ്പെട്ട പോരാ. ഈ കുർബാനയിൽ കർത്താവ് നിനക്ക് ഇത്രയും വെളിപ്പെട്ട പോരാ. മുന്നോട്ട് പോ, മുന്നോട്ട് പോ. ഇനി കാണണം അരയോളം വെള്ളം, അരയോളം വെള്ളം. ആത്മാവ് പറഞ്ഞു പോരാ, നിക്കരുത്, ഇവിടെ നിക്കരുത്. ഇപ്പോൾ പഴയ പോലെ ദുശ്ചിന്തയില്ല, ദുർമോഹം വരുന്നില്ല, വലിയ കുഴപ്പമില്ല, ദേഷ്യം വലിയ കുറഞ്ഞിട്ടുണ്ട്. പോരാ, നിക്കരുത്, അവിടെ നിക്കരുത്, മുന്നോട്ട് പോണം. കഴുത്തോളം വെള്ളം, നിക്കരുത്, നിക്കരുത്. ദൈവം പറയുന്നു, ഈ വെള്ളത്തിൽ മുങ്ങണം. ഈ വെള്ളത്തിൽ എന്താ? ഈ വെള്ളം അന്ന് ദേവാലയത്തിൽ കണ്ട വെള്ളം എന്താണ്? എടുക്കാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം
ഈ വെള്ളം എന്താന്ന് കർത്താവ് വന്ന് വിളിച്ചു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം കർത്താവ് പറയുന്നു 10-ാം വാക്യം, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം തരികയും ചെയ്യും. ഈ വെള്ളം എന്താണ്? ജീവനുള്ള വെള്ളം. ജീവനുള്ള വെള്ളത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ആരാധനയിൽ ആത്മാവില്ലെങ്കിൽ എന്തു പ്രയോജനം? നിന്റെ ആരാധനയിൽ ആത്മാവില്ലെങ്കിൽ എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, അനേകടത്ത് ആരാധനയുണ്ട്, ആത്മാവില്ല. ആത്മാവില്ലെങ്കിൽ പ്രയോജനമില്ല, ജീവൻ വരത്തില്ല. ദൈവം പറയുകയാണ്, നീ ചോദിച്ചാൽ ജീവനുള്ള വെള്ളം ഞാൻ തരും. എന്നിട്ട് മുന്നോട്ട് പോകാം. കർത്താവ് പറയുകയാണ് 14-ാം വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും നിന്റെ ശരീരത്തിന് ഇപ്പോഴും ദാഹമല്ലേ? എന്റെ ശരീരത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഇപ്പോഴും ദാഹം. പാപം പോരാ, മ്ലേച്ഛത കണ്ടത് പോരാ, കണ്ണിന്റെ ദുരാശ മാറിയില്ല, ഇപ്പോഴും ദുശ്ചിന്ത, ഇപ്പോഴും മലിനതകൾ, ഇപ്പോഴും ദുരാഗ്രഹങ്ങൾ, ഇപ്പോഴും ഭക്ഷണത്തോട് കൊതി, ഇപ്പോഴും സ്ഥാനങ്ങൾ, മാനങ്ങൾ. പ്രിയമുള്ളവരെ, ഈ വെള്ളം കുടിക്കുന്നവൻ ഇനി എന്തില്ല? ദാഹമില്ല. ഇപ്പോഴും ശരീരം ദാഹിച്ചു കിടക്കുമല്ലേ? എന്താ പ്രശ്നം? ഈ വെള്ളം കിട്ടിയില്ല. ഈ വെള്ളം കിട്ടിയാൽ ശരീരത്തിന്റെ ദാഹം ശമിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ വന്നാൽ കുരിശ് കാണണം, വലതുവശം കാണണം. അവിടേക്ക് ശ്രദ്ധിച്ച് നീ നോക്കിയാൽ നിന്നിലേക്കൊരു നീരോട്ടം തിരിയും. നീരോട്ടം. യെഹെസ്കേൽ എന്താ കണ്ടെന്നറിയാമോ? ആ വെള്ളം ഒഴുകുന്നിടത്തെല്ലാം അനുഗ്രഹമായി. നീയാണ് നിന്റെ വീട്ടിലേക്ക് ഈ വെള്ളം കൊണ്ടുചെല്ലേണ്ടത്. ഈ പള്ളി വന്ന് നിന്നിട്ട് നീയാണ് നിന്റെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുചെല്ലേണ്ടത്. കണ്ടോ? ആ വെള്ളത്തിന്റെ പേരെന്താണ്? ചെല്ലുന്നിടത്തെല്ലാം എന്നാകും? അനുഗ്രഹമാകും. യോസേപ്പ് മിസ്രയീമിൽ പൊത്തിപ്പേറിന്റെ വീട്ടിൽ ചെന്നപ്പോ പൊത്തിപ്പേറിന് ഒരു കാര്യം മനസ്സിലായി. യോസേപ്പ് ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. നീരോട്ടമുള്ളവനാണ്. അവന്റെ മേൽ നീരോട്ടം ഉണ്ടായിരുന്നു. ഇത് ഓരോ കുർബാനയും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട്, പ്രിയമുള്ളവരെ, കെട്ടിയവൻ ഒരു ചായ തരാവുന്ന 2 ഒച്ചം വെച്ച്. അപ്പൊ ഉള്ളി ഇങ്ങനെ നോക്കും. മണിക്കൂർ പള്ളിയിൽ പോയി നിന്നേച്ച് വന്ന എന്റെ കർത്താവേ, ഒരു മാറ്റവും ഇല്ലെന്ന്. എന്താ ഈ മാറ്റം ഇല്ലാത്തത്? എന്താ മാറ്റം ഇല്ലാത്ത? നീരോട്ടം ഇല്ല. കാണേണ്ടവനെ കണ്ടില്ല, പരിശുദ്ധാത്മാവ് വന്നില്ല. കണ്ടോ? ഓരോ കുർബാന കഴിയുമ്പോഴും എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുന്നു. ഞാനൊരു കാര്യം സത്യം പറയട്ടെ, ഏറ്റവും പാപം ചെയ്യപ്പെടുന്ന ദിവസം എന്നാണെന്നറിയാമോ? കുർബാനയെ സംബന്ധിക്കുന്ന ദിവസം. ഏറ്റവും പാപം ചെയ്യപ്പെടുന്ന ദിവസം. കാരണം ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ നീ അപ്പം സ്വീകരിച്ചാൽ, യൂദാ സ്വീകരിച്ചപ്പോഴേ ആര് വന്നു? ഉറപ്പ്. ഒരു ഞായറാഴ്ച സകല ദുരാത്മാവ് വരും. ദുർമോഹത്തിന്റെ, ദുശ്ചിന്തയുടെ, ദുരാലോചനയുടെ, ദുഷ്പ്രവൃത്തിയുടെ, ദുർമാർഗങ്ങളെ സാത്താൻ ഒരു ഞായറാഴ്ച വന്നിട്ട് പള്ളിയിൽ നിന്ന് പോകുമ്പോഴേ ഒരു പാപം കുമിഞ്ഞുകൂടും. എന്താ പ്രശ്നം? ഈ നീരോട്ടം വന്നില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. പള്ളി വന്നാൽ ഈ ജനം യേശുവിനെ കാണണം. പിതാവിന്റെ വലതുവശത്ത് കരുണയിൽ നുറുക്കപ്പെടുന്ന യേശുവിനെ കണ്ടിട്ട് ആ നീരോട്ടം ഇങ്ങനെ എന്നിലൂടെ ഒഴുകണം. ഞാൻ ചെല്ലുന്ന വീട്ടിൽ നീരോട്ടം വരണം. ഇനി യെഹെസ്കേൽ എന്താ കാണുന്നതെന്നറിയാമോ? ആ വെള്ളം ചെന്നിടത്ത് സകല പ്രാണികളും ചലിക്കാൻ തുടങ്ങും, ജീവൻ വെക്കാൻ തുടങ്ങും. അതിന്റെ ഇരുവശത്തും വൃക്ഷങ്ങൾ വരും. ആ വൃക്ഷത്തിന്റെ ഇല ചുമ്മാ പറിച്ചു തന്നാൽ രോഗസൗഖ്യം കിട്ടും. എന്നാ കിട്ടും? എന്റെ സമയം കഴിഞ്ഞേ. അപ്പോൾ വേദപുസ്തകം തീരുന്ന എങ്ങനെയാണെന്നറിയാമോ? വെളിപാട് പുസ്തകം അല്ലേ? 22-ാം അധ്യായം 1 മുതൽ വാക്യം വായിച്ചു. വേദപുസ്തകത്തിലെ അവസാന പുസ്തകം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്ക് പോലെ ശുഭ്രമായ ജീവജലനദി അവൻ എന്നെ കാണിച്ചു.
പത്മോസ് ദ്വീപിലിരിക്കുന്ന യോഹന്നാൻ ഒരു കുർബാനയാണ് ദർശിച്ചത്. ഒരു കുർബാന കാണുകയാണ്. യേശുവിന്റെ കുരിശിലെ പരമയാഗം ആ മനുഷ്യൻ പത്മോസ് ദ്വീപിലിരുന്ന് കാണുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് ശുഭ്രമായ ഒരു ജീവജലനദി പുറപ്പെടുന്നത് കണ്ടു. എന്നിട്ട് എന്നാ കണ്ടെന്നറിയാമോ? അതിന്റെ ഇക്കരെയും അക്കരെയും ജീവവൃക്ഷങ്ങളാണ്. അതെല്ലാ മാസത്തിലും 12 മാസം, എത്ര മാസം? ഓരോ മാസത്തിലും ഓരോ ഫലം. ഓരോ മാസത്തിലും എന്താണ്? ഇന്ന് നിന്റെ വീട്ടിൽ വെറുപ്പാണെങ്കിൽ നീ കുർബാന അനുഭവിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ വീട്ടിൽ സ്നേഹമായി നീ മാറും. ഈ വീട്ടിൽ നിന്ന് ഒരു കാര്യത്തിന് ക്ഷമയില്ലെങ്കിൽ നീ അവിടെ ദീർഘക്ഷമയുള്ളവനാകും, ക്ഷമ കൊടുക്കും. ഈ വീട്ടിൽ ഓരോ മുറികളും പാപത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സിംഹാസനത്തിൽ നിന്റെ നുറുക്കപ്പെടുന്ന യേശുവിനെ കണ്ട് ഈ വെള്ളം സ്വീകരിച്ച് നീ പോയാൽ നിന്റെ വീട്ടിൽ ഇന്ദ്രിയ ജയമുള്ളവനായി, ശരീരത്തെ കീഴ്പ്പെടുത്തിയവനായി നീ ഇരിക്കും. കേട്ടോ? ഓരോ മാസവും ഓരോ ഫലവും. ഇനി എന്നാ പറഞ്ഞെന്നറിയാമോ? വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ എന്ന് പറഞ്ഞാൽ ഈ കുർബാനയിൽ വന്നു നിന്നാൽ സൗഖ്യമുണ്ടാകും. ഈ കുർബാനയിൽ വന്നു നിന്നാൽ എന്നാ ഉണ്ടാകും? നിന്റെ മകന്റെ മദ്യപാനം പോകും. കേട്ടോ? ഞാൻ ഇനി ഒരു അപ്പച്ചന്റെ കാര്യം പറഞ്ഞാ തുടങ്ങി. ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്റെ മകൻ ഭയങ്കര മദ്യപാനം. ഞാനപ്പോ ചോദിച്ചു പള്ളി പോകും. അപ്പച്ചൻ എന്നോട് പറഞ്ഞു പള്ളിയിലേ പോകാറ്. ഒരു വാക്ക് എന്നോട് പറഞ്ഞു, സത്യം പറയാമല്ലോ, പ്രാർത്ഥിച്ച് മടുത്തച്ഛ. ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു. പ്രാർത്ഥിക്കും തോറും ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. ഇത്ര നാൾ ഉപദ്രവില്ലേ, ഇപ്പോൾ എന്നെ വരെ ഉപദ്രവിക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പല വീട്ടിലെ ഉപകരണങ്ങളും ഇന്നില്ല, നശിപ്പിച്ചു. അവന് കൊടുക്കുന്ന ഓരോ ഭക്ഷണത്തിന്റെ പാത്രങ്ങളും തകർത്ത് തല്ലിപ്പൊട്ടിച്ച് കളയുക. ഇതിന് മാത്രം മേടിക്കാൻ ഇവിടുന്ന കാശ്. ഇത് കൂടി വരിക. മടുത്തു. ഞാൻ പറഞ്ഞു, അപ്പച്ച പള്ളിയിൽ പോയിട്ട് എന്നാ പ്രാർത്ഥിച്ചു? അച്ഛൻ ഒരുമാതിരി വൃത്തികെട്ട ചോദ്യം ചോദിക്കും. പള്ളിയിൽ പോയിട്ട് പിന്നെ എന്നാ പ്രാർത്ഥിക്കാനുള്ളേ? അച്ഛൻ പറ, എന്നാ പ്രാർത്ഥിക്കാനുള്ള? എന്നാ പ്രാർത്ഥിക്കാൻ? എന്റെ മോന്റെ കൂടി നിൽക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പച്ചൻ എന്നാ പ്രാർത്ഥിച്ചേ? എന്നോട് പറഞ്ഞോ, എനിക്ക് ദേഷ്യം വരും. അച്ഛൻ വല്ലതും പറഞ്ഞു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എന്നാ പ്രാർത്ഥിച്ചേ? എന്റെ മകന്റെ കുടി നിൽക്കണം. ബസ്സിൽ പോയപ്പോ കുരിശും തൊട്ടി കണ്ടോ? എന്നാ പ്രാർത്ഥിച്ചു? ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഇതങ്ങ് നിർത്താം. ഏത് നിർത്താം? ഈ പ്രാർത്ഥന. ദാവീദ് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. കൽപ്പന എന്നായിരുന്നു അറിയാമോ? നിന്റെ പള്ളി വന്നേക്കുമ്പോ മുമ്പിൽ വരുന്ന മകന്റെ ചിത്രം ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇതാ മക്കൾ. ദാവീദിന് കൽപ്പന കിട്ടി, ദാവീദേ പള്ളി വരുമ്പോ കാണേണ്ടത് മക്കളുടെ ചിത്രം അല്ലടാ, എന്റെ മുഖം അന്വേഷിപ്പീൻ. ഞാൻ ഈ അപ്പച്ചനോട് ഒരു കാര്യം പറഞ്ഞു, അപ്പച്ച ഈ പ്രാർത്ഥന നിർത്തിയിട്ട് പള്ളി പോയിട്ട് യേശുവിന്റെ മുഖം ഒന്ന് കാണാൻ ഒന്ന് കൊതിച്ചിട്ട്, കർത്താവേ നിന്നെ എനിക്ക് കാണണമെന്നൊന്ന് പറഞ്ഞേ. നിന്നെ എനിക്ക് കാണണം, എന്റെ വീട്ടിൽ വരാവോ എന്ന് ചോദിക്ക്. ആ കനാന്യക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചു, ഒരു നുറുക്കായിട്ട് വരാവോ? പ്രാർത്ഥിക്ക്, ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പച്ചൻ എന്നോട് ഇത് കഴിഞ്ഞപ്പോ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു, എന്റെ അച്ഛ പള്ളി നിൽക്കുമ്പോഴെല്ലാം വാച്ച് നോക്കുന്നയാളാണ്. എപ്പോഴും എന്നാ നോക്കും? 5 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ്. അയ്യോ കൂടിയേ അസ്വസ്ഥത. എന്നാൽ ഇപ്പോ ഞാൻ പള്ളി പോയപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ മുമ്പിൽ ആരൊന്നും, വശങ്ങളിൽ ആരൊന്നും അറിയുന്നില്ല. പക്ഷെ ബലിപീഠത്തിൽ എന്തോ ഒന്ന് തുടിക്കുന്ന ഒരു ശരീരം. ആരോ എന്നെ വിളിക്കുകയാണ്. ഇവിടെയുണ്ട് നിന്റെ പ്രകാശം, ഇവിടെയുണ്ട് നിന്റെ ജീവജലം.
കർത്താവ് സ്നേഹമുള്ളവരെ, ഒരപ്പച്ചൻ പറയുകയാണ്, അച്ഛോ, ഒരു കുർബാന സ്വീകരിച്ചപ്പോ ശരീരം മുഴുവൻ കരണ്ടടിച്ചതുപോലെ അച്ഛാ, എന്റെ മോൻ ഒരു മാറ്റം വന്നില്ല, പക്ഷെ എന്റെ പുകവലി നിന്നു. ഞാൻ ഏതിനും, എന്റെ ഈ വീട്ടിലെ അമ്മച്ചി, ഭാര്യ, എല്ലാത്തിനും കുറ്റം. അപ്പച്ചൻ എന്നോട് പറയാ, അച്ഛാ, വീട്ടിൽ നിന്ന് ചായ കുടിക്കില്ലായിരുന്നു ഞാൻ. എടി, അമ്മച്ചിയുടെ ചായ കൊള്ളത്തില്ല. രാവിലെ അങ്ങോട്ട് പോകും, അടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയിട്ട് ഒരു ചായ. അച്ഛാ, എനിക്കൊരു മാറ്റം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ അവളോട് പറഞ്ഞു, എടി, ഒരു ചായ താടി. അവളിങ്ങനെ നോക്കി, ഈ ആള് മാറി, ഈ വേറെ വീട്ടിലെ വല്ലവരും ആണോ? നാളുകളായിട്ട് ചായ ചോദിക്കാത്ത മനുഷ്യനാണ്. ഇത് തന്നെയാണോ? കർത്താവ് സ്നേഹമുള്ളവരെ, ഈ നദി ഒഴുകുന്നിടത്തെല്ലാം എന്തായിത്തീരും? പഥ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മകൻ എന്തിനു കുടിച്ചു? ആർക്കാ മാറ്റം വരേണ്ടത്? ചില മക്കളിലൂടെയാണ് മാതാപിതാക്കൾ രൂപാന്തരപ്പെടുന്നത്. ഇത്രയും കണ്ണുനീര് വന്നത് മക്കളുണ്ടായിരുന്നോണ്ട് അല്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, ഒരു അപ്പച്ചൻ പറയാണ്, മോന്റെ കാര്യം വിട്ടു, ഞാൻ എന്റെ കർത്താവിനെ കാണാൻ തുടങ്ങി, കർത്താവിനെ രുചിക്കാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. കർത്താവ് സ്നേഹമുള്ളവരെ, ഒരു മകന് കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിർത്തുക. കുടിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല, കുടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെന്ന്, ചെയ്യാൻ പറ്റുന്നില്ല. ഹോശേയ 2:6, ഞാൻ നിനക്ക് ചുറ്റും മുള്ളുവേലി കെട്ടി മതിൽ വെട്ടി പാപം ചെയ്യാതെ വണ്ണം നിന്നെ ഞാൻ ബന്ധിക്കും. കാരണം ഒരപ്പൻ എന്നെ കണ്ടടാ. ദൈവം പറയാണ്, ഒരപ്പൻ എന്നെ കണ്ടെങ്കിൽ നിന്റെ മക്കളാരും നശിക്കില്ല. അവൻ പള്ളി വന്നത് എന്നെ കാണാനാ, എന്നെ അറിയാനാണ്. ഒരപ്പൻ ദൈവത്തെ കണ്ടപ്പോൾ ദൈവം മുള്ളുവേലി കെട്ടി മതിൽ കെട്ടി ആ വീട്ടിലിറങ്ങി. പ്രിയമുള്ളവരെ, ദേവാലയം ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം. അനുഗ്രഹിക്കും. ഈ ദേവാലയ സത്യത്തിൽ ആര് തന്നെയാണ്? യേശു. യേശുവിന്റെ വലതുവശത്ത് നിന്ന്, അതാണ് ഈ വിലാപ്പുറത്ത് ഈ സൈഡിൽ നിന്ന് വെള്ളവും കൂടി ഒഴുകി, ഇല്ലേ? രക്തം മാത്രമാണോ ഒഴുകി? വെള്ളവും കൂടി. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കും. രക്തം പാപമോചിച്ചാലേ പരിശുദ്ധാത്മാവുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ വന്ന കാര്യസ്ഥനാകും. എല്ലാവരുടെ മേലും ഇടപെടും. മുള്ളുവേലി കെട്ടി മതിൽ കെട്ടും. കർത്താവ് സ്നേഹമുള്ളവരെ, ഭവനം ദൈവത്തിന്റെ മുദ്രയുള്ള ഭവനമാകും. കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈ സമയത്ത് വീട് മാത്രം കണ്ടേ, നമ്മുടെ വീടൊന്ന് കാണണം. ദൈവ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നോക്ക്. നാളുകളായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ട്. യെശയ്യാവിൽ ഇങ്ങനെയാണ് പറയുന്നത്, യെശയ്യാവ് 1:14, ആ വീട്ടിലെ പ്രാർത്ഥന കേട്ട് ഞാൻ സഹിച്ച് മുഷിഞ്ഞ് മടുത്തിരിക്കുന്നു. എന്തിനിവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഞാൻ ചോദിച്ചോ? ഞാൻ പ്രാർത്ഥന ചോദിച്ചോ? എന്നെ നിന്ദിക്കാൻ വേണ്ടി എനിക്കുള്ള വില എവിടെ? സാത്താന് പോലും അറിയാം, ഈ പ്രപഞ്ചത്തിന് മുമ്പേ ഉള്ളവനാണ് ഞാൻ, ഒന്നാമൻ. എന്നെ ആ വീട്ടിൽ ഏറ്റവും പുറകിലെത്തവനാക്കി, ഒടുക്കത്തവനാക്കി മാറ്റുക. ഓ ദൈവമേ, ഹൃദയം തരാതെ പ്രാർത്ഥന. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഹൃദയം തരാതെയായിരുന്നു. അനേക യാഗങ്ങളെ സംബന്ധിച്ചു, നിന്നെ മാത്രം കണ്ടില്ല. ഇനി ഈ ദേവാലയത്തിലേക്ക് തിരിച്ചു വരാം. ഈ ആലയത്തിൽ വരുമ്പോഴെല്ലാം കാണണം, ഒരു ബലിപീഠത്തിൽ ഒരു കുരിശിങ്ങനെ ഉയർന്നു നിൽക്കുക. കർത്താവ് നുറുക്കപ്പെടും. അതിന്റെ ചുറ്റും സാത്താൻ വീണ് കിടക്കുകയാണ്. കർത്താവ് നിന്നോട് പറയാണ്, ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഓ ദൈവമേ, ആലയത്തിൽ നിന്ന് കണ്ണും ചെവിയും ഹൃദയവും തന്ന് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കനാന്യക്കാരി സ്ത്രീ പറഞ്ഞു, ഒരു നുറുക്കായിട്ട് വരാമോ? പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് ഇറങ്ങി. ആ വീട്ടിൽ ചെന്നു, മോളെ, ഇഷ്ടം പോലെ ഭവിക്കട്ടെ,
എന്ന ദൈവമേ, ഈ ആലയത്തിൽ വന്ന ഞങ്ങൾ ഈ സമയം വരെയും നിന്റെ മുമ്പിൽ ഇരിക്കുക. ഒരു നുറുക്കായി വരാവോ? ഒന്നും വേണ്ട കർത്താവേ, നീ മാത്രം. നീ ഒന്ന് വരാമോ? കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരട്ടെ. ഇനി ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു രൂപാന്തരമുള്ള ഹൃദയം തരണമെന്ന് പ്രാർത്ഥിക്കണം. യേശുവിനെ കാണാനുള്ള കണ്ണുകൾ തെളിയിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിന്നെ ആഗ്രഹിക്കട്ടെ. ദാഹിക്കുന്നവരെ എന്റെ അടുക്ക വരുവേ, അങ്ങനെയാണ് വിളിച്ചത്. ഒരാഗ്രഹം നമ്മളിൽ നന്നായി ഉണ്ടാകട്ടെ. എനിക്കിനി ഓരോ ബലിയർപ്പണത്തിനും മറ്റൊന്നും വേണ്ട, യേശുവിനെ കണ്ടാൽ മതി. അവൻ നുറുക്കപ്പെടുമ്പോൾ സാത്താൻ വീഴുന്ന കാഴ്ച കാണട്ടെ. ആയുധം നഷ്ടപ്പെട്ട കാഴ്ച കാണട്ടെ. അവൻ ജയിച്ചവനാണെന്ന് എനിക്ക് വിളിച്ചു പറയണം, അട്ടഹസിച്ച് പറയണം. നാം അട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ ജയിച്ചവനാണ്, സ്തുതിക്കപ്പെട്ടവനാണ്, ആരാധിക്കപ്പെടുന്നവനാണ്. അവന്റെ രക്തശരീരങ്ങളാണ് ഇപ്പോൾ ഈ ബലിപീഠത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ആകയാൽ നിന്റെ ശരീരം ദേവാലയമാണ്. കണ്ണും ചെവിയും ഹൃദയവുമുള്ള ദൈവത്തിന്റെ ആലയം. ഈ ശരീരം ദേവാലയമാകാൻ കർത്താവേ, നിന്റെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. തന്ന സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ തരുന്നു കർത്താവേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ആലയം അവിടുന്ന് തെരഞ്ഞെടുത്തത് ഈ ആലയത്തിലൂടെ ദേശങ്ങളെ അനുഗ്രഹിക്കാനാണല്ലോ കർത്താവേ. പരിശുദ്ധനായ ഗീവരീസയുടെ നാമത്തിൽ ഈ ആലയം ഇവിടെ ഉയർത്തപ്പെട്ടപ്പോൾ നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടാൻ ദൈവമേ ഇറങ്ങി സഞ്ചരിക്കണമേ, വ്യാപരിക്കണമേ. ഇതാ കുറവുള്ള ഞങ്ങളെ തരുന്നു, സ്വർഗീയ നിറവിൽ പരിപാലിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.